ഇത്രയും കർത്താവ് പരിപാലിച്ചു. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ സഭയെ അറിയിക്കുകയാണ്. സ്തോത്രം. ഈ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൊടുപുഴയിൽ വരുമ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനും സ്തോത്രം പല വിഷയങ്ങൾ നമ്മൾ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുവാനൊക്കെ ഇടയായി തീർന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽവേളയിൽ നമ്മൾ ചില വചനങ്ങളെ നമ്മൾ ചിന്തിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ ഇറക്കിയെങ്കിലും സ്തോത്രം അവർ വഴിയിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി, മിരിയാമിന്റെ പാട്ട്. പക്ഷെ അതിനുശേഷം സ്തോത്രം ജനം ദൈവത്തെ പരീക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ കടന്നു വന്ന പുറപ്പെട്ടു വന്ന ജനത്തെ ദൈവം വഴിയിൽ വെച്ച് പരീക്ഷിച്ചു. അപ്പോൾ ദൈവത്തെയും പരീക്ഷിക്കുന്ന സ്വഭാവം കണ്ടു. അപ്പോൾ അങ്ങനെ ഓരോ പരീക്ഷാ സമയങ്ങളിലും ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് ജനം അടുത്തു വരുന്ന രംഗമാണ് നമ്മൾ അവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കാണുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽനേരം സ്തോത്രം എന്റെ ഉള്ളത്തിൽ ഇടപെട്ട ഒരു ഭാഗത്തിലേക്ക് നാം ശ്രദ്ധ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം സ്തോത്രം അതിന്റെ 28-ാം വാക്യം. സ്തോത്രം നമ്മൾ ചിലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ള ഭാഗങ്ങളാകാം. എന്നാൽ ഇന്ന് പകൽനേരം നമുക്ക് ചില വിഷയങ്ങൾ അതിന് നടുവിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുമല്ലോ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് സഭയെ യഥാർത്ഥമായി ജാതികളുടെ ഇടയിൽ സുവിശേഷീകരണത്തിനായി ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ ശക്തമായി ദൈവകരത്തിൽ ഉപയോഗിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ സ്വർഗത്തിലെ ദൈവം വീണ്ടെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അവന്റെ അകൃത്യങ്ങളും അവന്റെ പാപങ്ങളും ശാപങ്ങളും അവനിൽ നിന്ന് നീക്കിക്കളയുക നിമിത്തം അവൻ പ്രാപിക്കുന്ന നിത്യരക്ഷ എന്ത് എന്നുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി നമ്മൾ കാണുന്ന ഭാഗമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ലേഖനത്തിന്റെ അകത്ത് നമ്മൾ മറ്റൊരു 8-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതീകരണ വിഷയങ്ങളെ വളരെ ശക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് 8-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ 8-ാം അധ്യായം നമ്മൾ പല വിഷയങ്ങൾ കാണുന്നുണ്ട്. അതായത് സ്തോത്രം ദൈവത്തിന്റെ നീതീകരണത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരുവന്റെ പാപത്തെയും ശാപത്തെയും പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ അവർ പാപമോചനവും വീണ്ടും ജനനവും പ്രാപിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു നിത്യ പുരോഹിതനായി തീരുകയാണ്. അവൻ നിത്യ മധ്യസ്ഥനായി തീരുകയാണ്. അവൻ പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയും രക്ഷിക്കപ്പെടുന്നവരെ ദൈവരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവസഭയുടെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന രംഗം സ്തോത്രം നമുക്ക് വേണ്ടി കർത്താവ് നിത്യ പുരോഹിതനായി തീരുന്ന രംഗമാണ്. പിതാവിന്റെ സന്നിധിയിൽ എന്നേക്കും പൗരോഹിത്യം പ്രാപിച്ച കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥത അണയ്ക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് മധ്യസ്ഥത യേശു ക്രിസ്തു അണയ്ക്കുന്നത്? വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് മധ്യസ്ഥത അണയ്ക്കുന്നത്. ആരാണ് വിശുദ്ധൻ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവവചനത്തെ അനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവവചനപ്രകാരം ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവനാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാപിക്ക് വേണ്ടി ക്രിസ്തു സ്വതം മധ്യസ്ഥ അണയ്ക്കുന്നില്ല. എന്നാൽ മധ്യസ്ഥ അണയ്ക്കുന്നത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം പാപത്തിൽ നിന്ന് മോചിക്കേണ്ടതിന് പുത്രനെ വെളിപ്പെടുത്തുന്ന ഡ്യൂട്ടി ഇരിക്കുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ പദ്ധതിയാണ്. പിതാവിന്റെ ഓഫീസാണ് യഥാർത്ഥത്തിൽ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പുത്രനെ വെളിപ്പെടുത്തി കിട്ടിയ ഏതൊരു ദൈവമക്കളും സ്തോത്രം ഹല്ലേലൂയ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കാണുന്നത് തന്റെ പാപയാഗത്തിനായിട്ട് അറുക്കപ്പെട്ട ദൈവപുത്രൻ സ്തോത്രം നിത്യമായി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന പുരോഹിതനായിട്ടാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്. അപ്പോൾ നാം ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സ്തോത്രം നാം തിരിച്ചറിയുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു
സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മെ കുറിച്ച്, നമ്മുടെ നാളുകളെ കുറിച്ച് കർത്താവ് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഓർഡർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നാം ചിന്തിക്കണം, ക്രിസ്തീയ ജീവിതം എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മെ ഒരു പക്ഷേ സ്തോത്രം നീ വീട്ടുകാരോ കൂട്ടുകാരോ കൂടപ്പിറപ്പുകളൊക്കെ നമ്മളെ വിട്ടിട്ട് പോയിന്നിരിക്കാം, നമ്മെ അന്വേഷിക്കുന്നില്ലെന്നിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. നമുക്കൊരു ദൈവ സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ നാളുകളെ കുറിച്ച് വളരെ തീഷ്ണമാനായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽവേളയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും അവൻ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും സ്തോത്രഗീതങ്ങളെല്ലാം കർത്താവ് സ്വർഗം നമുക്ക് സ്വർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തന്റെ മക്കളുടെ ആരാധന സ്വർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആകുമ്പോൾ, നമ്മൾ ഇന്ന് ചില വാചകം നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഒരു ഒറ്റ വാക്യത്തിൽ നിന്നാൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് ഇത് ആർക്കാണ് ഈ വാക്യം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്ന എല്ലാ ദൈവമക്കൾക്കും ഈ വാക്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ഓഹരിക്കാരാണ്. സ്തോത്രം. ആദ്യം എന്താണ് ആ ഓഹരി എന്ന് പറയുന്നത്? അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി കാൽവറിയിൽ തകർക്കപ്പെട്ട ദൈവപുത്രന്റെ ശരീരയാഗത്താൽ മുഴുലോകത്തിനും സ്തോത്രം പാപത്തിന് പരിഹാരം വരും. എന്നാൽ ആ പരിഹാരം ഏതൊരു മനുഷ്യാത്മാവിലും ആപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ, അത് ഏതൊരു മനുഷ്യാത്മാവിലും അത് സ്തോത്രം അത് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ പങ്കാളികളാകി തീരണം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ പങ്കാളിയായി തീരുന്ന ഒരു മനുഷ്യാത്മാവിന് മാത്രമേ പാപമോചനം ലഭിക്കുന്നുള്ളൂ. എങ്കിൽ ഈ പകൽ നേരം പാപമോചനം ലഭിച്ചവർ കരങ്ങളും ദൈവത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ ചിലർ രക്ഷിക്കപ്പെടാതിരിക്കുന്നവരും പറയുന്നുണ്ട് യേശു എന്റെ പാപത്തിനും കൂടിയാണ് മരിച്ചത് എന്ന് പറയും. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കും, മകനെ, എന്നിട്ട് നിന്റെ ആ പാപപരിഹാരത്തിനായിട്ട് കർത്താവിന്റെ കൽപ്പന പ്രകാരം നിന്റെ പാപത്തെ നീ കഴുകിക്കളഞ്ഞു, അതിന്റെ സ്നാനമേറ്റോ? അതില്ല. അപ്പോൾ സ്നാനമേൽട്ടെങ്കിൽ മാത്രമേ അവന്റെ പാപങ്ങളെ കഴുകിക്കളയേണ്ടതിനെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പാപങ്ങൾ കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാനമേറ്റെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പോൾ കൽപ്പനകളെ അനുസരിക്കാത്ത ഒരു വലിയ ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് കൽപ്പന അനുസരിക്കുന്ന നീയും ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ബുദ്ധിയില്ലാത്ത കന്യകമാർ അവിടെയുണ്ട്. അവര് പറയും ഞങ്ങളും കന്യകമാരാ, ഞങ്ങളുടെ കയ്യിലും വിളക്കുണ്ട്, ഇതുവരെ കത്തിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ബുദ്ധിയുള്ള കന്യകയുടെ വിളക്ക് കത്തുന്ന ആ സമയത്തോളം ബുദ്ധിയില്ലാത്തതിന്റെ കത്തത്തില്ല. അതാണ് പ്രശ്നം. ആമേൻ. മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാത്തവര് രക്ഷയിലേക്ക് വരികയും അവരെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ നമ്മൾ ഒരിക്കലും രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. അത് നമ്മൾ വായിക്കുമ്പോൾ ആരാണ് ആ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര് എന്ന് നമുക്കൊന്ന് ചിന്തിക്കണം, അല്ലേ? ഹല്ലേലൂയ. അവിടെ സ്തോത്രം 13 മുതൽ നമുക്കൊന്ന് വായിച്ചാലോ? 8:13 മുതൽ ഒന്ന് വായിച്ചാലോ? ആമേൻ. വായിച്ചാട്ടെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും എന്ന് പറയുമ്പോൾ എല്ലാ കരങ്ങളും ഉയരും. പക്ഷേ ഈ ഉയർന്ന കരങ്ങളോടൊക്കെ ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന വാക്യപ്രകാരം നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? എന്താണ് ആ വാക്യം പറയുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. കണ്ടോ? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മരിക്കും. അടുത്തത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ. അവിടെ നിന്നേ എന്താണ് അവിടെ വായിക്കുന്നത്? ആത്മാവിനാൽ. ഏതാത്മാവ്? പരിശുദ്ധാത്മാവിനാൽ. അവിടെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ. ശരീരത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് എന്താണ്?
ശരീരം പാപത്തിന് അടിപ്പെട്ട് കിടക്കുന്ന ഈ ശരീരം, പാപത്തിൽ ജനിച്ച ഈ ശരീരം ഇനിമേൽ പാപം ചെയ്യാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ചേ മതിയാകത്തുള്ളൂ. നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ശരീരത്തിന്മേൽ വരുമ്പോൾ പാപം ചെയ്യാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കും. ഈ അനുഭവം ഉള്ളവനാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ. മനസ്സിലാക്കണം. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം, ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. ക്രിസ്തീയ ഗോളത്തിന്റെ അകത്തുണ്ട്, വിശുദ്ധന്മാരല്ല, ക്രിസ്തീയ ഗോളത്തിന്റെ അകത്തുണ്ട്. പക്ഷെ അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ അവരുടെ കണ്ണും അവരുടെ നാവും അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അവരുടെ മനസ്സും അവരുടെ കൈകാലുകളെല്ലാം ദൈവത്തിന്റെ ആത്മാവിനൊത്തവണ്ണം, ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പാപം ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. നീതീകരണ വിഷയങ്ങളെ കുറിച്ച് ദൈവസഭയോട് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന്. അപ്പോൾ സ്നാനത്താൽ നമ്മൾ ഈ മരണം നമ്മളിൽ നിന്ന് മാറിയതല്ലേ? സ്നാനത്താൽ നമ്മളിൽ നിന്ന് മരണത്തിന്റെ ശക്തികൾ മാറി. അത് പ്രാവർത്തിക ജീവിതത്തിൽ വെളിപ്പെടണമെന്നുള്ള പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവ് നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ വസിച്ച് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കണം. മോഹങ്ങൾക്കും നിരൂപണങ്ങൾക്കും ആശകൾക്കും ആഗ്രഹങ്ങൾക്കും നീ വിധേയപ്പെട്ടാൽ നിനക്കൊരു ഉയർപ്പുണ്ടാകത്തില്ലെന്നാ പൗലോസ് ഇവിടെ പറയുന്നത്. ശരീരത്തിന് രൂപാന്തരം വരത്തില്ല. നീ ഒരുങ്ങി പ്രാർത്ഥിച്ചിരിപ്പുണ്ട്, പക്ഷെ ഇതുവരെയും നിന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ മാത്രമേ ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കത്തുള്ളൂ. അനേകർ ഇതുവരെ ജയിക്കുന്നില്ല, പക്ഷെ അവരും പ്രത്യാശയോടെ ഇരിപ്പുണ്ട്, കർത്താവിന്റെ വരവിൽ പോകുമെന്നും പറഞ്ഞ് പോകത്തില്ല. ഹല്ലേലൂയ. ആരാണ് പോകുന്നത്? സ്വന്തം ജഡത്തെ, അതിന്റെ പ്രവർത്തികളെ, അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുകയും ആത്മാവിന്റെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിന്റെ പ്രവർത്തികളെ ചെയ്യുകയില്ല. ജഡത്തിന്റെ പ്രവർത്തി ആത്മാവിൽ നടത്തപ്പെടണം. ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെയാണ് വിശുദ്ധന്മാരുടെ നടുവിൽ സമാധാനം വരുന്നതെന്ന് അറിയാവോ? ഒരുവൻ മറ്റൊരുവന്റെ നേരെ ഒരു കാരണത്താലും വിരൽ ചൂടേണ്ട കാര്യമില്ല. നീ അങ്ങനെയാ ഇങ്ങനെയാ, നീ കാരണമാ, നീ ഇങ്ങനെ പോയത് കൊണ്ടാണ്, നീ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്, ഞാൻ ഇങ്ങനെ ആയത്, ഞാൻ ഇങ്ങനെ പോയതെന്നുള്ള കുറ്റാരോപണങ്ങൾ ഇല്ലാത്തതിന് കാരണം ഏതൊരു മനുഷ്യാത്മാവും പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിന് കീഴടങ്ങിയിരുന്നാൽ മറ്റൊരു മനുഷ്യനോട് ഒരു കാര്യത്തിലും കുറ്റം പറയേണ്ട കാര്യമില്ല. മറ്റൊരു മനുഷ്യനോട് ഒരു വിഷയത്തിലും പരാതി പറയേണ്ട കാര്യമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ജയിക്കുന്നവരെ കൊണ്ടുപോകുവാനാണ് കർത്താവ് വരുന്നത്. ആമേൻ. വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അവർക്കേ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ വഴികളെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കണം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം. നിന്റെ വാക്കും നോട്ടവും പ്രവൃത്തികളും പരിശുദ്ധാത്മാവിന് നിയന്ത്രിക്കപ്പെട്ടിരിക്കണം. ചിലരിൽ പരിശുദ്ധാത്മാവില്ല, ചിലർ പിന്മാറ്റക്കാരുണ്ട്, ചിലർ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ സഭയ്ക്കകത്തുണ്ടെന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെയുള്ളവരൊന്നും പോകില്ല. പോകുന്നത് ആരാണ്? ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം. അവരുടെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവർക്ക് മാത്രമാ ദൈവരാജ്യം അവകാശമായി കിട്ടുകയുള്ളൂ. പൗലോസ് അടിവരയിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും, ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കൾ എന്ന അവകാശം. ആരാണ് ദൈവമക്കളാകുന്നത്? ഹല്ലേലൂയ. ഇന്ന് ജാതികളോട് രക്ഷിക്കപ്പെടാത്തവരോടും സംസാരിച്ച ദൈവമക്കളാരും ഞങ്ങളെല്ലാം ദൈവമക്കളാ, എല്ലാവരും ദൈവമക്കളാന്ന് പറയാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷെ തിരുവെഴുത്ത് അങ്ങനെ പറയുന്നില്ല. ഹല്ലേലൂയ. ലോക മനുഷ്യൻ പറയും ഞങ്ങളെല്ലാം ദൈവമക്കളാ, ഞങ്ങളെല്ലാം ദൈവമക്കളാ. എങ്ങനെയാന്ന് നീ പാപം ജീവിക്കുന്നത്? നീ ദൈവമകനാകുന്നേ? പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്ത നീ എങ്ങനെയാ ദൈവമകനാകുന്നേ, ദൈവത്തിന്റെ വൈതലാകുന്നേ? അതെന്താന്ന് വെച്ചാൽ മനുഷ്യരെ പറഞ്ഞു ബോധിപ്പിക്കണം, മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചടക്കണം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വക ഒരു പ്രശംസയും ദൈവരാജ്യത്തിൽ പോകാൻ ഇടയാക്കത്തില്ല കേട്ടോ. ഈ വക ഒരു പ്രശംസയും നിന്നെ രക്ഷിക്കത്തുമില്ല. ചിലര് മനുഷ്യരെന്ത് പറയുന്നു അതിന് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. എന്നെ കുറിച്ച് അവൻ പറഞ്ഞത് എന്നാ, എന്നെ കുറിച്ച് അവരെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ,
ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, ഞാനിപ്പോ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ചിന്തകളും വഴികളും എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ ഞാൻ ദൈവമൈതലാണ്, ഞാൻ ദൈവമകനാണ്. എനിക്ക് മറ്റൊരു മനുഷ്യന്റെ അപ്രൂവൽ ആവശ്യമില്ല, മറ്റൊരുവന്റെ അംഗീകാരം ആവശ്യമില്ല. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ഞാൻ, എനിക്ക് മറ്റൊരു മനുഷ്യന്റെ അംഗീകാരം ആവശ്യമില്ല. നീ ദൈവാത്മാവിൽ നടത്തപ്പെടുമ്പോൾ മറ്റുള്ളവരെ നിന്നെ പഴിക്കും, ദൂഷിക്കും. കാര്യം എന്താണ്? അവരോടുകൂടെ നീ ചേരാതെ വരുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അവർക്ക്, അല്ലേ? അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വായിച്ചോ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്തോത്രം. അപ്പോ ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം, ആരാണ് ദൈവമക്കൾ? ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരാണ് ദൈവമക്കൾ. അവർ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചിരിക്കും. അവരെ കുറിച്ച് പിന്നീട് പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സ്തോത്രം. അവിടെ പറയുന്നത് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. അപ്പോൾ മക്കൾ ആരാ? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് അവകാശികളായി തീരുന്നത്. അഭിഷേകമില്ലാത്ത ഒരുവനും അവകാശിയല്ല. ദൈവാത്മാവ് നടത്തപ്പെടാത്ത ഒരുവിനും അവകാശിയല്ല. അവൻ വർഷങ്ങളായിട്ട് ഒരു സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പ് കണ്ടേക്കാം. ഒരു സംഘടനയുടെ കീഴിൽ വളരെ എന്താ പറയുന്നത്, വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയോ അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് വിശ്വസ്തയോടെ ഒരു സംഘടനയ്ക്കകത്ത് ഇരുന്നാലൊന്നും അവൻ ദൈവമൈതനാകുന്നില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അഭിഷേകമില്ലാതെ സംഘടനയ്ക്കകത്ത് ഇരുന്നാൽ മകനെ മകളെ നീ ഒരിക്കലും ദൈവമൈതനാകുന്നില്ല. എന്താ ദൈവത്തിന്റെ വചനം ശക്തമായിട്ടൊന്ന് പറയാൻ കാരണം? അവിടെ പറയുന്നത് നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ഇത്. അതിന് ഉറപ്പെന്താ? ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് പറയും, മകനെ നീ ദൈവവൈതലാണ്, നീ ജയിച്ചിട്ട് ലോകത്തെ ജയിച്ചിരിക്കുകയാണ്, നീ ദൈവവൈതലാണ്, നീ ആരോടുകൂടെ അവകാശം പ്രാപിക്കും? ക്രിസ്തുവിനോടുകൂടെ അവകാശം പ്രാപിക്കും. ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ് നീ. ഈ ബോധ്യം നമുക്ക് നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ ഒരു പാസ്റ്റർമാരോ പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ സുവിശേഷകരൊന്നും അല്ല നൽകേണ്ടത്. നിനക്ക് ബോധ്യം നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം നൽകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ രക്ഷയെ വളരെ കാര്യമായി പരിശോധിക്കണം. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ചിലര് വിശ്വസിക്കാതെ സ്നാനപ്പെടും, അവർ അഭിഷേകം പ്രാപിക്കാറില്ല. തിരിച്ച് ദൈവത്തെ അറിയേണ്ട പോലെ അറിയാതെ സ്നാനപ്പെടുന്നവരുണ്ട്. ചിലർ പാപമേറ്റു പറയാതെ സ്നാനപ്പെടുന്നവരുണ്ട്. അവർ അഭിഷേകം പ്രാപിക്കാതെ സഭയ്ക്കകത്ത് കയറി കൂടുന്നവരുണ്ട്. മനസ്സിലാക്കണം, അവരെന്തു ഒരിക്കലും ദൈവമക്കളല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിച്ച് അവിടെ പറയുന്നത് എന്താണ്? നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അടുത്തത് നാം മക്കളെങ്കിലോ. അപ്പൊ ഈ മക്കൾ ആരാണ്? മക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ് ദൈവമക്കള്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നീ ഈ സുവിശേഷത്തിന്റെ സ്തോത്രം കാതലായ സത്യങ്ങളെ അറിയിക്കുവാൻ നീ റെഡിയാകും. നീ ആ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാൻ സ്തോത്രം ഇടയാകും. അത് അങ്ങനെ അതിനു വേണ്ടി നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിന്റെ ആത്മാവാണോ നിന്നിൽ വസിക്കുന്നത് വളരെ കാര്യമായി പരിശോധിച്ചാൽ മതിയാകത്തുള്ളൂ. ആമേൻ. സ്തോത്ര. കാര്യം നിന്നെ രക്ഷിച്ച ഈ വിധം, നിന്നെ വീണ്ടും ജനിപ്പിച്ച വിധം, നിന്നെ പാപത്തിൽ നിന്ന് കഴുകിയെടുത്ത വിധം, ഇതിനെ ഓർക്കുമ്പോൾ നിനക്കത് മറ്റൊരുവരോട് പറയുവാനും ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ബലപ്പെടുത്തുന്നില്ലെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ മറ്റൊരാത്മാവാണോ എന്നുള്ളത് തിരിച്ചറിയണം, പരിശോധിക്കണം. കാര്യം ജഡത്തെ ജയിക്കാത്തവരും ആത്മാവിൽ അന്യഭാഷ പറയുന്നുണ്ട്. മനസ്സിലാക്കണം. ജഡത്തെ ജയിക്കാത്തവരും ലോകത്തെ ജയിക്കാത്തവരൊക്കെ അന്യഭാഷ പറഞ്ഞ് തുള്ളുന്നുണ്ട്. പക്ഷേ
കുറച്ചു കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം വെളിപ്പെടുമ്പോൾ മഹാകെട്ട സ്വഭാവം വെളിപ്പെടും. കാരണമല്ല, പരിശുദ്ധാത്മാവല്ല, അവർ ജഡത്തെ ജയിച്ചിട്ടില്ല. അത് പരിശുദ്ധാത്മാവില്ലാത്തതിന്റെ അടയാളമാണ്. അടുത്തത് ഞാൻ പറഞ്ഞത്, സുവിശേഷത്തിന് വേണ്ടിയും ദൈവനാമത്തിന് വേണ്ടി നിൽക്കാതെ, സുവിശേഷത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, അതും ഇതിന്റെ മറ്റൊരു വശമാണ്. അതും ഇതിന്റെ മറ്റൊരു തലമാണ്. ദൈവാത്മാവാണോ അകത്ത് വസിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ മറ്റൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്ത്യർ 2 കൊരിന്ത്യർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. അപ്പൊ മറ്റൊരു സുവിശേഷം കേൾക്കുന്നവന് മറ്റൊരാത്മാവിരിക്കും. അവരൊരിക്കലും പാപത്തെ ജയിക്കുവാൻ ആ ആത്മാവ് റെഡിയാകത്തില്ല. മറ്റൊരു ആത്മാവ് ഒരിക്കലും പാപത്തെ ജയിക്കാൻ താല്പര്യപ്പെടില്ല. മറ്റൊരു ആത്മാവ് ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാൻ താല്പര്യപ്പെടില്ല. മറ്റൊരു ആത്മാവ് ഒരിക്കലും ഐക്യതയിലും താഴ്മയിലും ദൈവസ്നേഹത്തിലും വരുവാനായിട്ട് താല്പര്യപ്പെടത്തില്ല. നികളവും ഉന്നതഭാവവും ശാഠ്യവും അഹങ്കാരവുമായിട്ട് തുള്ളുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോണം, അത് പരിശുദ്ധാത്മാവല്ല, മറ്റൊരാത്മാവാണ്. കരങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽനേരം ആ വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പോ എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഇതുപോലുള്ള കഷ്ടം? ഞാൻ പറയട്ടെ, ഈ ജഡ സ്വഭാവത്തെ ജയിക്കുമ്പോൾ കഷ്ടമുണ്ട്. അതിനെ ജയിക്കുമ്പോൾ ജീവിതത്തിൽ പലതും വേണ്ടെന്ന് പറയേണ്ടി വരും, നോ പറയേണ്ടി വരും. മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം പലതിനോട് നോ പറയുവാൻ പഠിപ്പിക്കുന്നതാണ്. പലതും ജീവിതത്തിൽ വേണ്ടെന്ന് പറയുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം. കാര്യം, പരിശുദ്ധാത്മാവ് പലതിനോട് നോ പറയിപ്പിക്കും. അത് പറയിപ്പിക്കുന്നില്ലെങ്കിൽ ഏത് ആത്മാവാണ് ചിന്തിച്ചോണം. അകത്തിരിക്കുന്നത് എല്ലാം വാരിപ്പൊത്തി ഓടുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. മനസ്സിലാക്കണം, നിന്നെ മാത്രമേ ആവശ്യമുള്ളൂ. നിന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി നിനക്ക് ആവശ്യമുള്ളത് തന്ന് ഈ ലോകത്തിന്റെ കറകളിൽ വീഴാതെ വണ്ണം വിരളെ കുത്തി നടക്കുന്നത് പോലെ ഒരു അനുഭവം തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ഇത് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ആരും വിശ്വസിച്ചില്ലേലും സത്യം മാറിപ്പോകുന്നില്ല. ആകാശം മാറിയാലും ഭൂമി നീങ്ങിപ്പോയാലും വചനം ഒരു നാൾ ഒഴുകി പോകത്തില്ല. നമ്മുടെ കാര്യങ്ങൾ ഉദ്യോഗത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പാപത്തെ ജയിക്കാത്തവര് ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെട്ടാലോ പാപത്തെ ജയിക്കാത്രത്തോളം അവൻ ദൈവ പൈതലാകുന്നില്ല. സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പ് കാണും. അതുകൊണ്ട് തന്നെ ഈ സംഘടന, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാം, ഒത്തിരി പേര് സംഘടനയ്ക്കകത്തുണ്ട്. വലിയ സംഘടനയ്ക്കകത്ത് ജനം ഇടിച്ചു തള്ളിയിരിക്കും. അവരെന്തെങ്കിലും ലോകമോഹ കാര്യങ്ങൾ പറയുമ്പോ കൈയടിയും ചാട്ടമുണ്ട്. പക്ഷേ പാപത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ ജയിക്കുന്നില്ലെങ്കിൽ അവൻ എടുക്കപ്പെടുകയില്ല. അവന്റെ ശരീരത്തിന് രൂപാന്തരം വരുന്നില്ല. ആമേൻ. ആ ഭാഗം വായിച്ചേ. എന്താ ഒരു വ്യത്യസ്തമായ ഒരു ഭാഗമാണത്. ആമേൻ. വായിച്ചേ. അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശമാണ് നമുക്ക് ദൈവം തരുന്നത്. മനസ്സിലാണോ? ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയായി തീരുകയാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ സഹോദരൻ എന്ന് വിളിക്കുന്ന ഭാഗ്യ പദവിയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഓർക്കണം. ആമേൻ. ഇതൊക്കെ തിരിച്ചറിയാതെ പോകരുത്. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? സഹോദരം, അവൻ ശ്രേഷ്ഠ സഹോദരൻ. അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി തീരേണ്ടത് സ്വന്തം നടത്തുന്നവന്റെ ഗുണമായി തീരണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി തീർന്നു. അവൻ നമുക്ക് മുന്നേ നടക്കുകയാണ്. എങ്ങോട്ടാ നടക്കുന്നത്? തേജസ്സിലേക്കാണ് നടക്കുന്നത്. അവന്റെ പിറകിൽ ആരൊക്കെ ഉണ്ട്? ഞാനും നിങ്ങളും ഉണ്ട്. ഞാനും നിങ്ങളും ആരാണ്? ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. ആത്മാവ് ഉണ്ടെങ്കിലേ ഞാനും നിങ്ങളും ആവുന്നുള്ളൂ കേട്ടോ. ആമേൻ. വായിച്ചേ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന്റെ അവകാശികളും കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, അവനോടുകൂടെ ക്രിസ്തുയേശുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടേണ്ടതിന് അപ്പോ എന്താണ് ഈ കഷ്ടം? ഇതാണ് നമ്മുടെ ഈ ജഡത്തിന്റെ കഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ജഡത്തിൽ കഷ്ടമുണ്ട്. ഇത് വ്യക്തിപരമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്.
പുറത്തും നമുക്ക് യുദ്ധം, അകത്തും യുദ്ധം. പുറത്തെ യുദ്ധം കർത്താവിന്റെ നാമം ധരിച്ചത് കൊണ്ട് പുറത്തുനിന്ന് നമ്മളോടുള്ള പോരാട്ടം അതുണ്ട്. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിയാകുന്നത്? അപ്പോൾ അകത്തുള്ള പോരാട്ടം എന്താണ്? നമ്മുടെ ഈ ജഡത്തിന്റെ മോഹങ്ങളെ ജയിക്കുമ്പോൾ, ആ ജഡത്തിന്റെ മോഹങ്ങളെ ജയിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന റൂട്ടിൽ കൂടെ നമ്മൾ പോകാൻ തയ്യാറാകും. അപ്പോൾ നമ്മൾ ഈ കഷ്ടത്തിന്റെ വഴി നമ്മൾ കാണുകയാണ്, ക്രൂശിന്റെ വഴി നമ്മൾ കാണുകയാണ്. സമുദായക്കാര് ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് വലിയ മരത്തിന്റെ കുരിശും തല വെച്ചോണ്ട് പോകുന്ന കാരണം അതൊന്നുമല്ല ക്രൂശിന്റെ വഴി, അത് ബോധക്കേടാണ്. ക്രൂശിന്റെ വഴി എന്നാ? ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കണം, പാപത്തിന്റെ പ്രവർത്തികളെ ജയിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അനുദിനം നിന്നെ വിശുദ്ധിയിലേക്ക് ഓരോ ദിവസം, ഞാൻ പറയട്ടെ, എന്റെ കാര്യം ഞാൻ പറയാം, ഓരോ തവണ ഓരോ ടാസ്ക് കിട്ടും. എന്താണെന്നറിയാമോ? ചില ദിവസം നമ്മുടെ ചില സ്വഭാവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറയും, നിന്റെ ആ രീതി, നിന്റെ സംസാരത്തിൽ ആ വിഷയങ്ങൾ നീ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും. പിന്നീട് നമ്മളെ അതേ റൂട്ടിലൂടെ പരിശുദ്ധാത്മാവ് നടത്തും. അപ്പോൾ അത് പറയുവാൻ, അല്ലെ പരിശുദ്ധാത്മാവ് ഏത് വിഷയത്തിൽ നമ്മളെ വാൺ ചെയ്തിരിക്കുന്നോ ആ വിഷയത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നോക്കും നമ്മൾ ഇത് അനുസരിക്കുന്നുണ്ടോ. അനുസരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോയി. അനുസരിക്കുന്നുണ്ടെങ്കിലേ നമ്മൾ ജയിക്കുന്നുള്ളൂ. അപ്പോൾ ജയിക്കുന്നവർ മാത്രമേ വെളിച്ചത്തിലേക്ക് പോകത്തുള്ളൂ. ജയിക്കുന്നവർക്ക് മാത്രമേ രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. കരങ്ങൾ ഉയർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വെറുതെ രൂപാന്തരം സംഭവിക്കുന്നില്ല. സ്നാനപ്പെട്ടു എന്ന് വെച്ചാൽ രൂപാന്തരം സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് വെച്ച് പ്രാപിച്ചെന്ന് വെച്ച് നമ്മൾ രൂപാന്തരപ്പെടില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നാം ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഗൈഡൻസ് ചെയ്യണം. കർത്താവേ, ഞാൻ എന്തു പറയണം, ഞാൻ എങ്ങനെ നിൽക്കണം, എങ്ങനെ പോകണം, ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം. ദൈവാത്മാവിന്റെ ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മൾ കൂടുതൽ ചോദിക്കുമ്പോൾ, വചനത്തിൽ ആഴമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കണം, നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് അടിവരയിട്ട് മനസ്സിലാകും. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇതെന്തുകൊണ്ട് ആ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തെന്നറിയാമോ? അനേകർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. അനേക ശുശ്രൂഷകൾ എന്താണെന്നറിയാമോ? കെട്ടടങ്ങി പോകുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നില്ല. എന്നാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല ശുശ്രൂഷകൾ ദൈവാത്മാവിലാണെന്ന് ലേബൽ എഴുതി ഒട്ടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ പ്രസംഗത്തിൽ പലതും ലോകമോഹവും ജഡമോഹവും മാത്രമായിട്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കേണ്ടതിന് ആത്മാവിനാൽ മർത്യ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാത്ത പ്രസംഗങ്ങളും ശുശ്രൂഷകളും കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ദൈവാത്മാവല്ല, മറ്റൊരാത്മാവാണെന്ന് മനസ്സിലാക്കണമേ. ഇതിന്റെ സ്തോത്രം ഇമിറ്റേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ സ്തോത്രം അഭിനയിക്കാൻ ഒത്തിരി ഫീൽഡുകൾ ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് ഏതിനാൽ മനസ്സിലാകും? നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ, നിന്റെ ജീവിതത്തിൽ ചിലതിനോട് നോ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതാണ് നീ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നു എന്നുള്ളതിന് ഏക തെളിവ്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നല്ലൊരു പാട്ട് പാടി അത് പരിശുദ്ധാത്മാവുള്ളതിന് തെളിവല്ല. ഞാൻ 2-3 മണിക്കൂർ പ്രസംഗിച്ചു, നോ. അന്യഭാഷകളുള്ളതായിട്ട് പറഞ്ഞു, നോ. അതുമല്ല. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ ചില സമയത്ത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ചില സമയത്ത് വർഷിപ്പ് ചെയ്യാൻ നേരത്ത് വർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും, നീ ഈ പാട്ടെടുത്തു പാട്, അത് നിന്നെ വരിയെടുത്തു പാട്, അതിൻ്റെ അകത്ത് ഇന്ന വരിയിൽ ഈ വിഷയം ബൈബിളിൽ ഇന്ന വിഷയമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ ആരാധന നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന സ്കെയിലിൽ വായിക്കുക, അത് ഇന്ന കോഡ്സ് വായിക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകും. അങ്ങനെ അത് അപ്പൊ എല്ലാ ഫീൽഡിലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ തനിയെ വിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പോൾ ആ അനുഭവം ഉള്ളവർ മാത്രമേ ദൈവരാജ്യത്തിൽ അവകാശമാവുകയുള്ളൂ. വായിച്ച അടുത്ത വാക്യം. അപ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ, അപ്പോൾ ഈ കാലത്തിൽ പലതിനോട് നോ പറയുമ്പോൾ ഈ ലോകം വെളിപ്പെടുത്തുന്ന ഒരു സുഖമുണ്ട്. ഇത് വേണ്ട എന്ന് വെക്കുന്നത് വിശുദ്ധൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധൻ മാത്രമേ ഇതിനോട് നോ പറയുന്നുള്ളൂ. കാരണം എന്താ? ആ വാക്യം അടുത്തത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ, അല്ല 18 നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അപ്പോ സ്വർഗത്തിലെ പിതാവിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഇതാണ്: തന്റെ മക്കൾ തേജസ്കരണം പ്രാപിച്ച് ഉയർക്കണം. അത് ഉയർക്കണമെന്നുണ്ടെങ്കിൽ സർവ സൃഷ്ടിയും ഈ ദൈവപുത്രന്മാരുടെ പുനരുത്ഥാനം വരെയും ഈ സർവ സൃഷ്ടിയും വെയിറ്റ് ചെയ്യണം. ഒന്നും ഇളകരുത്, ഒന്നും അറിയരുത്. സ്വസ്ഥമായി കഴിയുവാൻ ദൈവം കൽപ്പിച്ചേക്കുകയാണ്, ഈ പ്രകൃതിയോട് കൽപ്പിച്ചേക്കുകയാണ്. അപ്പോൾ ആദ്യ ഫലമാകുന്ന ക്രിസ്തു സഹോദരൻ രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ആര് കണ്ടു? ഈ പ്രകൃതി കണ്ടിട്ടുണ്ട്. ആരാ കണ്ടത്? ഈ പ്രകൃതി, ഈ സൃഷ്ടി കണ്ടിട്ടുണ്ട്. ദൈവപുത്രനാണ് യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ച് തന്റെ ശരീരം രൂപാന്തരപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് ഈ പ്രകൃതി കണ്ടിട്ടുണ്ട്. ഈ പ്രകൃതിയോട് സ്വർഗം പറഞ്ഞിരിക്കുകയാണ്, ഈ പുത്രൻ സ്വർഗത്തിലേക്ക് വന്നതുപോലെ പിതാവിന്റെ തിരുഹൃദയത്തിൽ ഒരുക്കപ്പെടുന്ന വിശുദ്ധന്മാര് ഇതുപോലെ ഉയർക്കുന്ന ഒരു നാൾ അടുത്തു വരുന്നുണ്ട്. അതുവരെ സർവ്വ സൃഷ്ടിയോടും പറയുകയാണ്, നിങ്ങൾ അതിന് മുന്നോടി അതിനു മുമ്പേ ഒരിക്കലും നിങ്ങൾ കോപത്തോടുകൂടി എഴുന്നേൽക്കരുത്. തന്റെ വിശുദ്ധന്മാരുടെ അവകാശം പ്രാപിക്കുന്നത് വരെയും നിങ്ങൾ സ്വസ്ഥമായി പാർക്കണം. ഈ സൃഷ്ടി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ സകല പാപ സ്വഭാവം ചെയ്തവൻ വഴി കൂടെ എല്ലാ വൃത്തികേടും കാണിച്ച് നടന്നു പോകുമ്പോൾ ചിന്തിക്കുന്നത് ആരും കാണുന്നില്ല, അത് കാണുന്നുണ്ട്. ഈ ഭൂമിയും ആകാശവും സകല ജനാചരങ്ങളും ഈ ഒരു പാപം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പാപം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഭൂമിയിൽ നിന്ന് കുടഞ്ഞു കളയുന്ന നാൾ അടുത്തു വരുന്നുണ്ട്. ആമേൻ. സകല ദുഷ്ടന്മാരെ ഒരുപോലെ കുടഞ്ഞു കളയുന്ന നാൾ അടുത്തു വരുന്നുണ്ട്. പക്ഷെ പിന്നെ എന്താ താമസം? ഒരു താമസമേ ഉള്ളൂ. ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധനെ ചേർക്കണം. അതുവരെയും സർവ്വ സൃഷ്ടിയും അടങ്ങി പാർക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിൽ അകമയുള്ള മനുഷ്യനെ ദൈവം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിയോട് ദൈവം കൊടുത്തിരിക്കുന്ന നിയമമാണ്. തന്റെ വിശുദ്ധന്മാർ ഉയർക്കും വരെ സൃഷ്ടി ഒന്നും മൗനമായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. വായിച്ചേ ആ ഭാഗം. വായിച്ചേ. ദാസ്യത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ അപ്പോൾ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടി സ്തോത്രം ഈ സർവ്വ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരമാണ് സ്വർഗത്തിന് വിഷയം എന്ന് മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം ഇത് ഉയർക്കണം. ഈ മർത്യ ശരീരം ഉയർത്ത് ദൈവ രാജ്യത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ ആരാന്ന് മനസ്സിലാകണം. സ്തോത്രം. ശരീര രൂപാന്തരപ്പെടുവാൻ ദൈവം അവരെ കഷ്ടങ്ങളിലൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കഷ്ടങ്ങളിലൂടെ പോകുന്ന അവരുടെ കഷ്ടതയുടെ ആ കോഴ്സ് തീർന്നതിന് ശേഷം ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ മരണം വഴിയോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലോ സ്തോത്രം രഹസ്യമരവെങ്കിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ എടുക്കുകയോ ചെയ്യും കർത്താവ്. അപ്പോൾ ഇതിനു മുന്നോടി സ്തോത്രം ഈ സൃഷ്ടി ശാന്തമായിരിക്കുകയാണ്. ആമേൻ. പലർക്കും നമ്മൾ പ്രസംഗിക്കുന്നു, ആരാധിക്കുന്നതും പാടുന്നതൊക്കെ അരോചകമാണ്. പക്ഷെ ഈ പ്രകൃതി പറയും ഇത് നടക്കുന്നത് എന്താണെന്നറിയുമോ? ദൈവപുത്രന്റെ കൂടെ വാഴുവാനുള്ളവരുടെ ശുദ്ധീകരണവും ക്രമീകരണവും നടക്കുന്നതാണ് ഈ കേൾക്കുന്ന ശബ്ദങ്ങളെന്ന് പ്രകൃതിക്കറിയാം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രകൃതിക്ക് അറിയാതെന്താണ്, മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. പാപം കൊണ്ട് നിറഞ്ഞിരുന്ന് കാണുവാനും കേൾക്കുവാനും കഴിയാത്ത നിലവാരത്തിൽ ജീവിക്കുന്ന പാപ മനുഷ്യന് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പ്രകൃതിക്ക് അറിയാം ഇതിന്റെ പിന്നിൽ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്നാണെന്ന്. അപ്പോൾ ആ വായിച്ച സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അടുത്തത് മനഃപൂർവ്വമായുള്ള അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. അപ്പോൾ ഇതിനൊക്കെ കീഴ്പ്പെടുത്തിയ ജഡം, ലോകം, പാപം, ഇതിനെല്ലാം ജയിച്ചു ആരാ?
യേശു ക്രിസ്തുവാണ്, അവന്റെ കൽപ്പനയാണ്. മനസ്സിലാക്കണം. പറഞ്ഞോ. സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടിരിക്കുന്നു. കണ്ടോ, എന്താണ് ഈ ഞരക്കത്തിന്റെ കാര്യം? ഈ പാപം, ലോകത്തിൽ പാപം പെരുകിയിരിക്കുമ്പോൾ പാപമനുഷ്യനെ വഹിക്കുവാൻ ഈ ഭൂമിക്ക് കഴിവില്ല. പാപമനുഷ്യന്റെ ദുർനടപ്പോ അശുദ്ധിയും നിമിത്തം ഭൂമി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ എന്തെങ്കിലും ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇവിടെ രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യാത്മാവിന്റെ പാദസ്പർശം മാത്രമാണ് ശാപത്തിൽ കിടക്കുന്ന ഈ ഭൂമിക്ക് ഒരു ആശ്വാസം കിട്ടുന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഭൂമിക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ പാദസ്പർശം മാത്രമേ ഉള്ളൂ ഈ ഭൂമിക്ക്. മനസ്സിലാകുന്നുണ്ടോ കാര്യം? അവന്റെ ഉള്ളിൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ വചനമുണ്ട്. അതുമായിട്ട് നടക്കുന്ന ഒരു ദൈവവൈതല്, ക്രിസ്തു ഹൃദയത്തിലുള്ള ഒരു ദൈവവൈതലിന്റെ പ്രവൃത്തി മാത്രമേ, ആശ്വാസം മാത്രമാണ് ഈ പ്രകൃതിക്ക് ആശ്വാസം കിട്ടുന്നുള്ളൂ. തിരിച്ചറിയണം. ആമേൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. കാര്യമില്ല, തിരുവഴുത്തുള്ള ഒരു ദൈവവൈതല് പ്രാർത്ഥിച്ചാൽ അതേ സംഭവിക്കത്തുള്ളൂ. ആമേൻ. ആമേൻ. വായിച്ചടുത്തത്. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എത്രാം വാക്യം വായിച്ചു? 23. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞരങ്ങിയിട്ട് കൊണ്ടിരിക്കുന്നു. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അപ്പൊ ഈ പുത്രത്വം എന്നാണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുത്രത്വം എന്താണ്? കർത്താവ് നമുക്കൊരു വരച്ച് കാണിച്ചു, താൻ രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു ശിഷ്യന്മാരുടെ മുമ്പില്. തന്റെ ശരീരം, തന്റെ വസ്ത്രം, തന്റെ മുഖം, ഇതൊക്കെ ശോഭിക്കുന്ന ഒരു വലിയൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഇതുപോലെ നാമോ ആയി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ആത്മാവെന്ന ആദ്യതാണ് ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അപ്പൊ തേജസ്സുള്ള ശരീരത്തിന്റെ പേരെന്താ? പുത്രത്വം. സൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? പുത്രന്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുന്നതാണ് പുത്രത്വം. കാര്യം, പിതാവായ ദൈവസന്നിധിയിൽ സ്തോത്രം അവർ സകല രക്ഷിക്കപ്പെടുന്നവർക്കും രൂപാന്തരം പ്രാപിക്കുന്ന മനുഷ്യർക്കും മുന്നോടിയായി ദൈവപുത്രൻ ആ രൂപാന്തര ശരീരത്തോടുകൂടെ ഇവിടെ കയറി ചെന്നു, സ്വർഗത്തിൽ കയറി ചെന്നു. അതുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ ആദ്യം പ്രവേശിച്ചത് ക്രിസ്തുവാണ്. പിതാവിന്റെ മുമ്പിൽ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്ന പുത്രനാണ് യേശു ക്രിസ്തുവിനോട് കൂടെ അവനെ പോലെ കടന്നു വരേണ്ടവരുടെ ശുശ്രൂഷ ഭൂമിയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അവരെ രൂപാന്തരപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവാണ് രൂപാന്തരപ്പെടുത്തുന്നത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്ന നിലവാരത്തിൽ നമ്മളെ സ്തോത്രം ശാസിച്ച് ശിക്ഷിച്ച് വഴി നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. നമുക്കൊരു രൂപാന്തരം ഉണ്ട്, നമുക്കൊരു ഉദ്ധാരണം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. പരിശുദ്ധാത്മാവ് ഇടപെടാത്ത ഒരൊറ്റ മനുഷ്യനും ശരീരം രൂപാന്തരപ്പെടുകയില്ല. നീ നല്ല പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആകുന്നില്ല, കൈയടിച്ചുകൊണ്ട് ആകുന്നില്ല, കൈയടിക്കാതെ പ്രാർത്ഥിക്കാതെ ഇരുന്നുകൊണ്ട് വചനം ധ്യാനിച്ചാലും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പാപത്തെ ജയിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവാലോചന പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന് നീ പാപത്തെ ജയിച്ച് ഒരുങ്ങിയിരുന്നാൽ മാത്രമേ കാഹളധ്വനിയെങ്കിൽ നിന്റെ ശരീരം രൂപാന്തരപ്പെടുകയുള്ളൂ. മനസ്സിലാക്കണം. അല്ലാതെ ഒരുവന്റെ ശരീരം രൂപാന്തരപ്പെടുകയില്ല. ആമേൻ. അവിടെ വായിക്കുന്നത് എന്താണ്? സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തി ഒരിക്കലും രൂപാന്തരപ്പെടുകയില്ല. ചില ചർച്ചകളൊക്കെ കേട്ട നമുക്ക് ദുഃഖം തോന്നിപ്പോവും. ഇവരൊന്നും ഈ വചനം വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ മനസ്സിലാക്കി വയ്ക്കുന്നത്? ദൈവസഭയാകണമെന്നുണ്ടെങ്കിൽ ദൈവികമായത് വിളിക്കപ്പെട്ടവനിൽ കാണണം. എന്നിൽ ദൈവികമായത് പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. ദൈവികമാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ചാൽ മാത്രമേ ഞാൻ ദൈവത്തിന് വകയായി തീരത്തുള്ളൂ. അഭിഷേകം പ്രാപിക്കാത്തവൻ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നേ? അവൻ കൂട്ടായ്മക്കത് കൈയടിച്ചാൽ പോകത്തില്ല. അവന് നല്ലൊരു ജോലി കിട്ടിയതിരിക്കും, പക്ഷേ സ്വർഗത്തിൽ പോകത്തില്ല. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആത്മാവെന്ന
ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം. അപ്പോൾ ഈ റോമാലേഖനം വായിക്കുന്നവരൊക്കെ അനുഗ്രഹത്തിന് പാത്രരായി തീരത്തില്ല. മലയാളം അറിയാവുന്നവരെല്ലാം റോമാലേഖനം വായിക്കാൻ പറ്റും, എല്ലാ പുസ്തകവും വായിക്കാൻ പറ്റും മലയാളം അറിയാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളവൻ വായിക്കുകയാണ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവൻ അറിയാം ഇത് എന്നെ കുറിച്ചാ പറയുന്നതെന്ന്. ഈ ആത്മാവില്ലാത്തവനും പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ അവനും പറയും പുസ്തകം എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് എന്നെ കുറിച്ചാ പറയുന്നത്. ഇതെല്ലാരും അവകാശം പറയുന്നുണ്ട്, പക്ഷെ അവകാശികളോ ദൈവം തെരഞ്ഞെടുത്തവരെ അവകാശികളാകുന്നുള്ളൂ. അവകാശം പറയാൻ ഒത്തിരി പേരുണ്ട്. അവകാശം പറഞ്ഞാൽ നീ അവകാശിയാകത്തില്ലാവോ? ആമേൻ. നമുക്ക് അവകാശമില്ലാത്തൊരു പ്രോപ്പർട്ടിയുടെ മുമ്പിൽ പോയിട്ട് ഇത് എന്റെയാന്ന് പറഞ്ഞാൽ പറയും. എപ്പോ വരെ പറയുന്നറിയോ? അവകാശി വരുന്നത് വരെ പറയും. അവകാശി വരുന്നത് വരെ ഇതൊക്കെ പറയുള്ളൂ. അവകാശിയാണെങ്കിൽ അനുഭവം ഉണ്ടാകും, അവകാശിയാണെങ്കിൽ ഫലമുണ്ടാകും, അവകാശിയാണെങ്കിൽ സ്വന്തം അവകാശം കൊടുക്കുന്നവൻ അറിഞ്ഞിരിക്കും നീ അവകാശിയാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം വായിച്ചോ. ആത്മാവെന്ന ആദ്യദാനം ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ഈ ഞരക്കം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഞരക്കം എന്താണെന്നറിയോ? ഇതൊക്കെ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാര്യം നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളെല്ലാം സംസാരിച്ച് മിടുക്കനാന്ന് കാണിക്കാൻ ചെയ്യുന്നത് ഒരിക്കലും ആത്മീയ ജീവിതമല്ല. ആമേൻ, സ്തോത്രം. നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന റൂട്ടിലൂടെ പോകണം. നാം മലിനപ്പെടരുത്. ഈ ഭൂമിയിൽ മലിനമായി പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. ആമേൻ. വായിച്ചേ. വ്യക്തമായിട്ട് വായിക്കുക. പ്രത്യാശയാലല്ലോ. എന്നാ വായിക്കുന്നത്? പ്രത്യാശയാലല്ലെന്നോ? പ്രത്യാശയാലല്ലോ. ഇവിടെ ശ്രദ്ധിക്കണം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കേ പ്രത്യാശയുള്ളൂ. അല്ലാത്തവർക്ക് വെറും ആശ കാണും. പോകാൻ പറ്റും, ഞാനും കേട്ടും, എനിക്കും പോകാൻ പറ്റും, ഞാനും പ്രാപിക്കും എന്നൊക്കെ ആശയുണ്ട്. അത് നിരാശ മാത്രമാണ്. പ്രത്യാശ അതല്ല. പ്രത്യാശ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ് പ്രത്യാശ. അവിടെ പറഞ്ഞു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രത്യാശ എന്നെ ഈ കഷ്ടങ്ങളിലൂടെ നടത്തി എന്നെ കർത്താവ് ഒരുക്കിയെടുത്ത് ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കഷ്ടതയും നഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ സ്വർഗത്തിലെ പിതാവ് പറയും പുത്രനോടൊത്ത് ഇവനും വാഴുവാൻ യോഗ്യത നേടിക്കൊണ്ടിരിക്കുകയാണ്. പുത്രന്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ നമ്മളും നമ്മുടെ കഷ്ടങ്ങളും തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടങ്ങളിൽ തികഞ്ഞവരായി തീർന്നു കഴിയുമ്പോഴാണ് അവരെ രൂപാന്തരപ്പെടുത്തത്തുള്ളൂ. കാര്യം പിതാവ് ലോകത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇവനെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുകൂടെ ഏകീഭവിച്ചവരാണ് ഈ പോകുന്നവര്. അവർ ലോകത്തെ, ജഡത്തെ, പാപത്തെ, പിശാചിനെ ജയിച്ചവരാണ്. അതുകൊണ്ട് അവർ ലോകത്തിൽ ഇരുന്നിട്ടും അവർ ലോകക്കാരല്ലായിരുന്നു. അവർ ലോകത്തിൽ ജീവിച്ചിട്ടും പാപം ചെയ്തിട്ടില്ല. അങ്ങനെ സകലത്തെയും ജയിച്ച് ജീവിക്കുന്ന ഇവരെ രൂപാന്തരപ്പെടുത്തണമെന്ന് പറയും. അപ്പോഴും നമുക്ക് ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പലരും പ്രിയപ്പെട്ടവർ പലരും ഉണ്ട്. പക്ഷേ അവരുടെ ശരീരം രൂപാന്തരപ്പെടാതിരിക്കുമ്പോൾ അവർ ദൈവസന്നിധി ചോദിക്കുക എന്ന് വെച്ചോ. അവർ ചോദിക്കുക, കർത്താവേ അങ്ങനെ എങ്ങനെയാ ഇവനെ വിടുന്നത്? ഇവന് ഞങ്ങളെ പോലെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ കാര്യമാ പിതാവ് പറയുന്നത് എന്നാണെന്നറിയാവോ? ഇവൻ പുത്രന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാണ്. ഇവൻ നിങ്ങൾ അറിയാത്ത മേഖലകളിൽ ഇവൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിയാത്ത ശോധനയോടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ കഷ്ടങ്ങളിലും ശോധനകളിലും പരീക്ഷകളിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസം ത്യജിച്ചില്ല. അങ്ങനെ മാതൃകയുള്ളവനാണ്. അതുകൊണ്ട് ഇവനെ നിങ്ങളുടെ ഇടയിൽ ഇരുത്താൻ കഴിയത്തില്ലെന്ന് സ്വർഗം സാക്ഷ്യം പറയും. അങ്ങനെ സാക്ഷ്യം പറയപ്പെടുവാൻ യോഗ്യതയുള്ളവരുടെ ശരീരമേ രൂപാന്തരപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ഇടുപ്പും രക്ഷിക്കപ്പെടാത്തവന്റെ ഇരിപ്പുമായിട്ട് വല്ല മാറ്റമുണ്ടോ? നിങ്ങളുടെ സംസാരവും രക്ഷിക്കപ്പെടാത്തവന്റെ സംസാരമായിട്ട് വല്ല മാറ്റമുണ്ടോ? നിങ്ങളുടെ ചിന്താഗതികൾ രക്ഷിക്കപ്പെടാത്തവന്റെ ചിന്താഗതിയായിട്ട് വല്ല മാറ്റമുണ്ടോ? തിരിച്ചറിയണം കേട്ടോ. വെറുതെ രൂപാന്തരപ്പെടുകയില്ല. വില കൊടുക്കത്ത് ജീവിക്കാത്ത ഒരുവന്റെയും ജീവിതം രൂപാന്തരം സംഭവിക്കുകയില്ല. കരങ്ങളിൽ ദൈവം മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അവൻ അടുത്ത വാക്യം വായിച്ചേ. രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്
കാണുന്ന പ്രത്യാശ, ലോക മനുഷ്യന് കാണുന്ന പ്രത്യാശയുള്ളൂ. നല്ലൊരു വീട് കണ്ടാൽ ഭയങ്കര പ്രത്യാശയാ, നല്ലൊരു ജോലി കിട്ടിയാൽ നല്ല പ്രത്യാശ, നല്ല ബാങ്ക് ബാലൻസ് നല്ലൊരു പ്രത്യാശ, നല്ലൊരു വണ്ടി കണ്ടാൽ നല്ലൊരു പ്രത്യാശ, നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല പ്രത്യാശ, ദൂരെ രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് പ്രത്യാശ. അങ്ങനെ ഒരു പ്രത്യാശ നമുക്ക് ആവശ്യമില്ല. ഉണ്ടോ? അങ്ങനെ ഒരു പ്രത്യാശ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ചിലര്, ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പ്രസംഗിച്ചതുപോലെ, ചിലര് സമ്പാദിച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്. ചിലരുടെ തിയോളജി അങ്ങനെയാണ്. ആമേൻ. സമ്പാദ്യത്തിലൂടെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നീ സമ്പാദിച്ച് ഉന്നതനായതിന് കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണ്. അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ലോകത്തെ ജയിക്കാനാണ്. നിന്നെ സ്തോത്രം വശീകരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാം ഈ ലോകത്തിൽ പിതാവ് അംഗീകരിച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം പുത്രനാകുന്ന യേശു ക്രിസ്തു ഇതേ ലോകത്തിൽ കൂടെ തന്നെയാണെന്ന് ഓർക്കണം മരണത്തെ പാതാളത്തെ ജയിച്ച് സ്വർഗത്തിൽ ചെന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലും അതേ റൂട്ടേ സ്വർഗത്തിലെ പിതാവ് വെച്ചിരിക്കുന്നത്. കരങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയട്ടെ. ഹല്ലേലൂയ. വായിച്ച അടുത്ത വാക്യം. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? മൈക്ക് ചേർത്ത് വെച്ച് വായിക്കാം. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതിനോട് ക്ഷമയോടെ കാത്തിരിക്കുന്നു. അടുത്തത് ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ജഡത്തിന്റെ പ്രവർത്തികളെ ജയിക്കാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. അത് നമ്മളെ ബോധിപ്പിച്ച് വഴി നടത്തും. അതുപോലെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആമേൻ. പാപത്തെ ജയിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, പലവിധ ബലഹീനതകളുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തി നിർത്തുവാൻ ഇടയാക്കും. അത് ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തി നിർത്തും. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് വായിച്ചോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കുക. ആമേൻ. നമ്മുടെ എല്ലാം പ്രാർത്ഥന ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമഡിയാ. എന്താ? ആമേൻ. സഹോദരൻ, എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളതും കിട്ടാൻ സാധ്യത ഉള്ളതും ഇല്ലാത്തതെല്ലാം നമ്മൾ വാരി വലിച്ച് പ്രാർത്ഥിക്കും, അല്ലേ? ഏങ്ങലടിയും നിലവിളിയും കണ്ണുനീരും സഹോദരൻ മൂക്ക് വീഴ്ചലുമായിട്ടുള്ള പ്രാർത്ഥനകള്. പക്ഷേ ഇവിടെ പൗലോസ് റോമാലേഖനത്തിനകത്ത് പറയുന്ന വാക്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? അവണ്ണം തന്നെ ആത്മാവിനോട് ബലഹീനത്തോട് നിൽക്കുന്നു. എന്നാൽ 27-ാം വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി 26-ാം വാക്യം വായിച്ചു. 26-ാം വാക്യം വായിച്ചു. സോറി. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പൊ ഈ ബലഹീനതയ്ക്ക് തുണ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇവിടെ വചനം പറയുന്ന ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വ്യക്തിക്ക് പോലും യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ചോ ദൈവത്തെ കുറിച്ചോ ദൈവത്തിന്റെ നീതിയെ കുറിച്ചോ ദൈവത്തിന്റെ പ്ലാനുകളെ കുറിച്ചോ ഒരു പിടിയുമില്ല. അവരെന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അവർ കാഴ്ചപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജഡത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് സാധാരണ മനുഷ്യർ ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഇവരിൽ വെച്ചിരിക്കുന്ന ഇവർ ദൈവഹിതപ്രകാരം നിൽക്കണം. ദൈവഹിതപ്രകാരം നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് അവരുടെ ഉള്ളിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഈ അന്യഭാഷ അടയാളം ദൈവം നൽകിയിരിക്കുന്നതിനാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുവാൻ, നാം ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാനാണ് ദൈവം അന്യഭാഷ അടയാളം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് അവിടെ പറയുന്ന വാക്യം? നിങ്ങൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. നാം പല പ്രാർത്ഥനകൾക്ക് നമുക്ക് മറുപടി ഇല്ലാത്തതിന് കാര്യം അത് ശരിക്കും ദൈവഹിതപ്രകാരമല്ല പ്രാർത്ഥിച്ചത്. ദൈവഹിതപ്രകാരം എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവഹിതപ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഈ ലോകത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എൻ്റെ ആത്മാവിനെ ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം യോഗ്യമാകുന്ന നിലവാരത്തിൽ എന്നെ പണിയണം. ഈ പ്രാർത്ഥന ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നാം ഈ താഴ്ചയുള്ള ജഡശരീരത്തിൽ ഇരുന്നുകൊണ്ട് ജഡത്തിന്റെ ആവശ്യങ്ങളുടെ കേന്ദ്രീകൃതമായ പ്രാർത്ഥനാ വിഷയങ്ങളെ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നില്ല. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ വായിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ
നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്താൽ ദൈവാത്മാവിന്റെ നിറവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ ശൂന്യതകളും അവന്റെ ബലഹീനതകളും മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണോ? അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. അന്യഭാഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം ഉള്ളവർക്ക് അന്യഭാഷ ലഭിക്കത്തുള്ളൂ. അന്യഭാഷ അഭിഷേകം പ്രാപിക്കുന്നവർ അന്യഭാഷ അടയാളത്തിനാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവഹിത പ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നാം അത് അറിയുന്നില്ല. വായിച്ചേ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ലോക ജീവിതത്തെ കുറിച്ച് ഓർത്തല്ല ദുഃഖിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലെ ആവശ്യത്തെ പ്രതി അല്ല പക്ഷപാതം ചെയ്യുന്നത്. ഇവിടെയാണ് പ്രോസ്പെരിറ്റി തിയോളജി പൊളിഞ്ഞു പോകുന്നത്. ഇവിടെയാണ് ലോകമോഹം മാത്രം പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം പൊളിഞ്ഞു പോകുന്ന ഈ ഒറ്റ കാര്യത്തിലാണ്. കാര്യം പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം നമ്മളെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നാണ്. ആമേൻ. ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നു. നമ്മൾ ലോകക്കാരോട് കൂടെ ചെന്ന് പെടരുത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ സ്തോത്രം, അത് നമുക്കതിന്റെ ഒരു ഭാഗം നമ്മൾ ഒന്ന് റിലേറ്റ് ചെയ്ത് വെക്കണമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം ഒന്ന് വായിച്ചേ. മറ്റൊരാൾ വായിക്കാം. ഇവിടെ വായിച്ചേ. മാറ്റരുത് റോമാലേഖനം മാറ്റരുത്. 17 നമുക്ക് എന്താ ദൈവഹിതം, എന്താ ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ പറയട്ടെ, പുത്രൻ എന്താ ആവശ്യപ്പെട്ടോ ഇത് തന്നെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയുള്ളൂ. അത് തന്നെ പിതാവ് ആവശ്യപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചിലർ ഇന്നിക്കുന്ന പിതാവ് ആഗ്രഹിക്കുന്നത് വേറെ, പുത്രൻ ആഗ്രഹിക്കുന്നത് വേറെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് വേറെ. അങ്ങനെയാണോ? അല്ല. പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനും 3 വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവരേക സത്യദൈവത്തിൽ 3 വ്യക്തികളാണ്. എന്നാൽ ആ 3 വ്യക്തികൾ എല്ലാ സൽഗുണങ്ങളിലും തീരുമാനങ്ങളിലും പദ്ധതികളിലും ഒന്നത്രേ. മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ 3 അല്ല, അവർ ഒന്നത്രേ. മനസ്സിലാക്കണം. അപ്പോൾ വായിക്കുന്ന 17-ാം അധ്യായത്തിന്റെ അകത്ത് വായിക്കുമ്പോൾ ഇത് സംസാരിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു തന്നാൽ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഈ പ്രാർത്ഥന പ്രകാരം പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. പുത്രനാകുന്ന യേശു ക്രിസ്തു സ്വത്രം. അത് മൈക്കിൽ കൂടെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നു. സ്വത്രം 17-ാം അധ്യായത്തിന്റെ അകത്ത്. ഹല്ലേലൂയ. സ്വത്രം. അത് നമ്മൾ അവിടെ എടുക്കട്ടെ, നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത് നോക്കി പറഞ്ഞു തന്നാൽ പിതാവേ യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞെന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന്. അപ്പൊ നിന്റെ പുത്രനായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചോ. പിതാവേ നിന്റെ പുത്രൻ. യേശു ക്രിസ്തുവിനെ പറയണം നിന്റെ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുന്ന. പുത്രൻ ഇപ്പൊ ഭൂമിയിലായിരിക്കുന്നത്. ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ വെക്കണം. നമ്മെ വെക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കും? ആരോടാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമുക്കൊണ്ട് പക്ഷപാതം ചെയ്യുന്ന ആരാ? യേശു ക്രിസ്തുവിനോട്. അപ്പൊ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ, അവിടെ വായിക്കുന്ന നിന്റെ പൈതലാകുന്ന ഞാൻ, അല്ല ദൈവ പൈതലാകുന്ന ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. യേശുവെ, നിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് എന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. ഇത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് പകരം പരിശുദ്ധാത്മാവ് ഇത് പ്രാർത്ഥിക്കുന്നത്. കാര്യം എന്നാ? താഴ്ചയുള്ള ശരീരത്തിൽ രൂപാന്തരം പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്നിൽ വാസം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെ ദൈവ സന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തിയതുപോലെ സ്തോത്രം ഈ മനുഷ്യനെ മഹത്വപ്പെടുത്തണമേ എന്ന്, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവും? നമ്മൾ അന്യഭാഷ പറയുമ്പോൾ നമ്മൾക്കിത് അറിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രമായി ഈ മർമ്മം മനസ്സിലാകത്തുള്ളൂ. അതാ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത് നിങ്ങളും മനസ്സിലാക്കണം ഇതിന്റെ മർമ്മം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടർന്ന് അവിടെ വായിക്കണം, മാറ്റണ്ട അവിടെ നമ്മൾ ഞാൻ വായിച്ചോളാം. റോമാലേഖനം 8-ാം അധ്യായമാണ് വായിച്ച് 8:27. ആത്മാവ് വിശുദ്ധർക്ക്, മറക്കരുത്, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ. ഹൃദയത്തെ പരിശോധിക്കുന്നവൻ ആരാ? സ്വർഗത്തിലെ കർത്താവാണ് ഹൃദയത്തെ പരിശോധിക്കുന്നത്. നമ്മളാണോ? പുത്രന്റെ ആവശ്യങ്ങളെ സ്വന്തം അറിയേണ്ടത് പിതാവാണ്. പിതാവ് പുത്രനിൽ പരിശോധിക്കുമ്പോൾ പുത്രൻ പറയുകയാണ്, പിതാവേ, എനിക്ക് നിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്, പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന്. അതിനർത്ഥം എന്താ? പിതാവ് നോക്കിയപ്പോൾ സ്വന്തം ദ്രവത്വമുള്ള ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഇവൻ സ്വന്തം തേജസ്സുള്ള ശരീരം പ്രാപിച്ച് സ്വർഗാരോഹണം ചെയ്തു വരണം. അതിനുവേണ്ടി പുത്രനെ മരണത്തിലേക്ക് അയച്ച് അവന് മരണശിക്ഷകൾ ഏൽക്കണം. ഇതാണ് പിതാവിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിച്ചത്. പുത്രൻ ദൈവമാകയാൽ ദൈവം തന്നെ വാകൊണ്ടത് പ്രാർത്ഥിച്ചു. നാം മനുഷ്യരാകയാൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് നമുക്ക് പകരമായിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച, തുടർന്ന് വായിച്ച, എന്താണ് അതിന്റെ 17:2? യോഹന്നാന്റെ സുവിശേഷം 17:2 വായിച്ചേ. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് ഈ സകല ജഡത്തിലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നൽകിയിരിക്കുന്നത് അടുത്ത് വായിച്ചോ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പുത്രനെ ലോകത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ നിത്യജീവനെ സ്വന്തം പിതാവ് പുത്രനിലൂടെ ലോകത്തിൽ വെളിപ്പെടുത്തി. അതുപോലെ സ്വന്തം പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഈ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തും. ഇന്ന് അനേക സ്റ്റേജുകളിൽ പ്രസംഗത്തിന്റെ സമയത്ത് ഈ സത്യവചനം പുറത്തു വരാത്തൊരു കാര്യം പരിശുദ്ധാത്മാവിനാലല്ല പലരും നിൽക്കുന്ന സ്റ്റേജില്. അങ്ങനെയാണെങ്കിൽ ഈ മർമ്മങ്ങൾ പുറത്തു വരുമായിരുന്നു. ആമേൻ. എന്നാൽ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തി പ്രസംഗിക്കുന്ന ഒരു ഓർമ്മയെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നുണ്ട് എന്താണെന്ന്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുത്തുവാനിരിക്കുന്നത് പുത്രന്റെ മഹത്വമാണെന്ന് മനസ്സിലാക്കണം. ഈ പുത്രന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ നമ്മളുടെ ജഡത്തിന്റെ കുറവുകളുണ്ട്. അത് അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഈ അകത്ത് വരുന്ന മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ പിതാവ് വെളിപ്പെടുത്തുവാനിരിക്കുന്ന മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, അത് വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ജഡത്തിന്റെ ബലഹീനതകളുണ്ട്, പാപത്തിന്റെ മോഹങ്ങളുണ്ട്. ഇതിനെ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ അത് സംഭവിക്കാതെ വരും. അപ്പോൾ പാപത്തെ ജയിച്ചു കഴിയുമ്പോൾ അവനിൽ മഹത്വം വെളിപ്പെടുത്തും. എന്തുകൊണ്ടാണ് മഹത്വം പലരും വെളിപ്പെടുത്താത്തത്? പാപ സ്വഭാവത്തെ ജയിക്കാത്തതുകൊണ്ടാണ്. അടുത്ത് വായിച്ചേ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അവൻ സർവ്വ സൃഷ്ടിക്കും ആദിജാതനാകുന്നു. അപ്പോൾ സർവ്വ സൃഷ്ടിക്കും മുമ്പേ പുത്രന്. നമ്മൾ അത് തിരിച്ചറിയണമെങ്കിൽ ആരാ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെന്നൊന്ന് അറിയണ്ടേ? ദൈവത്തെ സ്നേഹിക്കുന്നവർ മനസ്സിലാകുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ നിന്ന് അറിയുന്നവരാ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര്. അതവിടെ നിൽക്കുമ്പോൾ മറക്കേണ്ട. ഞാനൊരു വാക്യം കൂടെ അതിന്റെ കൂടെ വായിക്കാം. നമ്മൾ വായിച്ചത് 8:28 വായിച്ചതെങ്കിൽ സ്തോത്രം, അതിന്റെ 29 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്ന. അവന്റെ സ്വരൂപത്തോടുകൂടെ അനുരൂപമാകണം. ആരാണ്? രക്ഷിക്കപ്പെട്ടു വരേണ്ട മനുഷ്യാത്മാക്കൾ, മനുഷ്യർ ഓരോരുത്തരും സ്വന്തം പുത്രന്റെ ശരീരത്തോടുകൂടെ സ്വന്തം രൂപാന്തരപ്പെടുവാൻ വേണ്ടതിന് പുത്രനെ സർവ്വ സൃഷ്ടിക്ക് മുമ്പേ പിതാവാക്കി വെച്ചു. അവിടെ പറയുന്ന ആദ്യജാതനാകേണ്ടത് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചത് പിതാവായ ദൈവമാണ്.
പിതാവായ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇതായിരുന്നു. സ്തോത്രം, ഞാൻ എന്റെ തിരുഹൃദയത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഉയർപ്പിക്കേണ്ടതിനും തേജസ്സിലേക്ക് നടത്തേണ്ടതിനും വേണ്ടി പുത്രനോട് പിതാവ് പറഞ്ഞു, നീ പോകുകയും കാലസമ്പൂർണതയിൽ ജഡത്തിൽ അവതരിപ്പിച്ച് 33 തിരുവയസ്സിൽ കാൽവറിയിൽ തകർക്കപ്പെടുകയും ചെയ്യും. നിന്റെ കാൽവറി മരണത്തിലും സ്തോത്രം പങ്കുള്ളവരെല്ലാം നിന്റെ രക്തമുഖാന്തരം പാപമോചനം വരികയും നീ മുഖാന്തരം എന്നിലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ ലോകത്തിൽ നിന്നെ വെക്കുകയാണ് എന്ന് യേശുക്രിസ്തുവിന്റെ നാമം പാപികളുടെ ഇടയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ മർമ്മമാണ്. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഇത് ഓരോ മനുഷ്യരും പ്രാപിക്കണം കേട്ടോ. ഇത് ഇല്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അതുകൊണ്ട് ഈ വെളിപ്പാടില്ലെങ്കിൽ പറ്റുകയില്ല. അപ്പോൾ ഈ പദ്ധതി തിരിച്ചറിയണം. മുൻ നിയമിച്ച പുത്രൻ മുഖാന്തരം അനേകർ തേജസ്സിലേക്ക് വരും. അങ്ങനെ തേജസ്സിലേക്ക് വരുമെന്ന് പദ്ധതി ഇടുമ്പോൾ കാലസമ്പൂർണതയില് ദ്രവത്വമുള്ള ഈ ശരീരം പ്രാപിച്ച് ഈ ലോകത്തിലൊരു കാലഗതിയിൽ ഇറങ്ങി വന്ന ദൈവപുത്രൻ ഈ ദൈവത്തിന്റെ ഹിതത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അനാദി നിത്യതയിൽ അയക്കുന്ന പുത്രനെ നിയോഗിച്ച പുത്രന്റെ മേലുള്ള പദ്ധതി നിവർത്തിക്കണമെങ്കിൽ പുത്രൻ ഭൂമിയിൽ ഇരുന്ന് നിയോഗിച്ചവനോട് പ്രതികരിക്കണം. നിയോഗിച്ചത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തോട് പുത്രൻ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ ഇരുന്ന് പ്രതികരിക്കണം. പ്രവർത്തികൾ തികച്ചതിന് ശേഷം പ്രതികരിക്കണം. അത് പൂർണ്ണമായെന്ന് പറഞ്ഞ് പ്രതികരിക്കണം. ആ പ്രതികരണമാണ് നമ്മൾ കാൽവറിയിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിസാര കാര്യമല്ല ഇതാ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞ് പറയുന്നവർ സ്തോത്രം നിസാരമല്ല. അത് ഒരുക്കപ്പെട്ടവർ മാത്രമേ ഇത് പ്രാപിക്കത്തുള്ളൂ. ആമേൻ. അപ്പോൾ നോക്കിയേ, മുൻ നിയമിച്ചിരിക്കുന്ന പുത്രൻ ലോകത്തിൽ വന്നു. ആ പുത്രൻ 33 തിരുവയസ്സിൽ കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പിൽ സ്തോത്രം മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പറയുന്ന പ്രാർത്ഥനയാണ് പറയുന്നത്. സ്തോത്രം അവിടെ പറയുന്നത്, ഇപ്പോൾ പിതാവേ അതല്ല 4 വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. 17:4, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി എപ്പോൾ തന്നതെന്നറിയാം. ഈ പ്രവൃത്തി എപ്പോഴാ വെളിപ്പെടുത്തിയെന്നറിയാവോ? ഇത് ഭൂമിയിൽ വെളിപ്പെടുത്തി. എപ്പോഴാ ഇത് നിയോഗിച്ചെന്നറിയാവോ? സർവ്വ സൃഷ്ടിക്കും മുമ്പ്. മനസ്സിലാവുന്നല്ലോ? കാലസമ്പൂർണ്ണ, അതായത് കാലത്തിന്റെ സർവ്വ സൃഷ്ടിക്കും മുമ്പേ സകലത്തിനും മുന്നേ നിയമിച്ചിരിക്കുന്ന പിതാവ് സ്തോത്രം, നീ ഭൂമിയിൽ 33 തിരുവയസ്സ് വരെയും 3.5 വർഷക്കാലം നീ പരസ്യമായി ശുശ്രൂഷിക്കുമ്പോൾ നീ ചെയ്തെടുക്കുന്ന പ്രവൃത്തികൾ ഇതൊക്കെ ഇത് പൂർണ്ണമായി തികച്ചതിന് ശേഷം നീ പൂർണ്ണമായി എന്ന് എന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന. അങ്ങനെ ഏതൊരു മനുഷ്യാത്മാവിന് തേജസ് പ്രാപിക്കേണ്ടതിന്, കുറവുകളെ തീർക്കേണ്ടതിനാണ് പുത്രൻ കാൽവറിയിൽ മരണമടഞ്ഞത്. അങ്ങനെയെങ്കിൽ മരണഭാഷകൾ അഴിച്ചു 3-ാം നാൾ ഉയർക്കുമ്പോൾ അവൻ ഭൂമിയിൽ ഇരുന്ന് എന്തു പ്രാർത്ഥിച്ചോ ഈ പ്രാർത്ഥന തന്നെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നാം തികക്കേണ്ട പ്രവർത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് വായിച്ചേ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവിന്റെ ആ ശുശ്രൂഷയുടെ മഹത്വം ശ്രദ്ധിക്കണം. ആ 5-ാം വാക്യം വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ. അപ്പോൾ എപ്പോഴാ പ്രവർത്തികൾ നിന്ന് അസൈൻമെന്റ് എപ്പോഴാ കിട്ടിയത്? ലോകം ഉണ്ടാകുന്നതിന് മുമ്പെയാണ് അസൈൻമെന്റ് പുത്രന് കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? നാം ഓരോരുത്തർ, ഇപ്പൊ വിൻസെന്റ് മൈക്കിളാകുന്ന ഞാൻ ഈ കൃപയിലേക്ക് വരണമെന്നുള്ളത് ലോകം ഉണ്ടാകും മുമ്പേ, സർവ്വ സൃഷ്ടിക്കും മുമ്പേ പിതാവ് പുത്രനോട് പറഞ്ഞു. ആമേൻ. ആ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് പുത്രൻ കാൽവറിയിൽ തകർക്കപ്പെടുകയും ഞാൻ ജനിച്ച് ഇന്ന് 2010 മെയ് 22 കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ഏകീഭവിക്കേണ്ടതിന് വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അനാദി നിത്യതയിലെ പദ്ധതിക്കായിട്ട് എന്നെ കർത്താവ് ഒരുക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്നെ കുറിച്ച് പിതാവ് പറഞ്ഞത് പുത്രൻ നിവർത്തിക്കേണ്ടതിന് പുത്രനാകുന്ന യേശുക്രിസ്തു പിതാവിനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരുവാനായിട്ട് അപേക്ഷിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ അപേക്ഷ പ്രകാരമാണ് പെന്തക്കോസ്ത് നാൾ മുതൽ രക്ഷിക്കപ്പെട്ടവരുടെ മേൽ വരുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ, ആമേൻ, സ്തോത്രം. അവിടെ പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് എന്താണ്? ഇപ്പോൾ പിതാവേ, എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക്
അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വാക്യം ശ്രദ്ധിക്കണം. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തെ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഒരു മുറിയിലേക്കോ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതിന് ഒരു രംഗപ്രവേശനം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം പ്രവേശിക്കുന്നതിന് പറയുന്ന പേര് മഹത്വം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മയും ഇതേ മഹത്വത്തിലേക്കാണ് പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പുത്രൻ ലോകത്തിൽ വെളിപ്പെടുത്തിയ മഹത്വം ഈ വ്യക്തിയിലും വെളിപ്പെടുത്തണമേ എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികൾ, സ്തോത്രം ഹല്ലേലൂയ, ദൈവഹിതപ്രകാരം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പോകുള്ളൂ. ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ചില പ്രവർത്തികളുണ്ട്, ഇവിടെ വെളിപ്പെടുത്തുന്ന ചില പദ്ധതികളുണ്ട്. അത് പൂർത്തീകരിക്കുവാൻ നിർമ്മിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരും മാത്രമേ അത് പ്രാപിക്കുകയും ആ നിയോഗത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യത്തുള്ളൂ. അവരറിയും, പരിശുദ്ധാത്മാവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, നീ ആ അസൈൻമെന്റിൽ പെട്ട വ്യക്തിയാണ്, നീ ആ പ്രോജക്റ്റിൽ പെട്ട വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ 8-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോ ആരാ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലായോ? ആരാണ് ഈ പ്രോജക്റ്റ് സ്വർഗത്തിലെ പിതാവ് സ്റ്റാർട്ട് ചെയ്തു, അത് പൂർത്തീകരിക്കാൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രന്റെ ശരീരയാഗത്തോടുകൂടെ വിളിക്കപ്പെട്ടവർക്ക് പാപമോചനവും വീണ്ടും ജനനവും നൽകിയിട്ടുണ്ടെങ്കിൽ പുത്രൻ എത്രത്തോളം എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, അത് തിരിച്ചറിയുന്നവർ മാത്രമാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവര് ഈ പറയുന്ന വെളിപ്പാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സത്യമാണ്. അപ്പോൾ ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർ എങ്ങനെയാണ് ഇത് അറിയുന്നത്? പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി. നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ സത്യങ്ങൾ അറിയുന്നുണ്ടോ? ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നുണ്ടോ? ഇത് അറിയേണ്ട സത്യങ്ങളാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നന്മയ്ക്ക്, അപ്പൊ അവർക്ക് നന്മയായിട്ട് തീരുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. കാര്യം, സ്വതന്ത്രം മകനെ, നിന്നെ തെരഞ്ഞെടുത്തത് ലോക സൃഷ്ടിക്ക് മുമ്പാണ്, പിതാവിന്റെ തിരുഹൃദയപ്രകാരം നിന്നെ രക്ഷിച്ചു. അപ്പൊ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന സുഖമുണ്ട്. ഞാനത് അനുഭവിക്കുന്ന ആമേൻ. ഈ സുഖമുണ്ട്, ആ കംഫർട്ട് ഉണ്ട്. ഇത് ആത്മാവ് തരുന്ന കംഫർട്ടാണ്. അത് ഒരിക്കലും പണത്തിനും ലോകത്തിലെ ഒരു കാര്യത്തിനും കരുത്തരാൻ കഴിയത്തില്ല. അതൊക്കെ വെറും ചവറാണ്. സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന അകത്താണ്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ തരുവാൻ കഴിയത്തുള്ളൂ. എന്താണ് അതിന്റെ റീസൺ? ഈ സമാധാനം കിട്ടുന്നതിന് പിന്നിലെ കാരണം എന്താണ്? നിന്നെ തെരഞ്ഞെടുത്തു, നിന്റെ കുറവ് തീർത്തു. കുറവ് ആരിൽ തീർത്തു? പുത്രനിൽ തീർത്തു. അതിന്റെ തെളിവെന്താണ്? പിതാവിന്റെ സന്നിധിയിൽ ചെന്നു. എന്നിട്ട് നിന്നെ വീണ്ടെടുക്കുവാൻ മുദ്ര വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് കൊണ്ടാണ് മുദ്ര വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അനുദിനം നമ്മൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ഈ കഷ്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തികഞ്ഞു വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മളത് വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തില് 17-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച സ്തോത്രം, അതിന്റെ 17-ന്റെ 5 ഇപ്പൊ വായിച്ച് 17-ന്റെ 5 മുതൽ വായിച്ചേ. വായിച്ചോ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവരിപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു. സ്തോത്രം. അവിടെ വായിക്കുന്ന കാര്യം, സ്തോത്രം, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ലോകത്തിൽ
ഇന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിൽ, യഹൂദയിൽ, ശമരിയിൽ എല്ലാം കടന്നുപോയി സുവിശേഷം അറിയിച്ചപ്പോൾ യേശു ക്രിസ്തു എന്ന നാമം അവർക്ക് പ്രത്യക്ഷമായി. പക്ഷെ ഈ നാമത്തിലാണ് എന്റെ രക്ഷയെന്ന് വിൻസെന്റ് മൈക്കിളാകുന്ന ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായാലും വിശ്വാസമായിട്ട് പരിണമിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഹൃദയത്തെ രൂപീകരിക്കുമ്പോൾ മാത്രമാണ്. പരിശുദ്ധാത്മാവാണ് ആ ബോധ്യം നമുക്ക് നൽകുന്നത്. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യം നൽകുന്നത്. അറിവുണ്ട്, അറിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വിശ്വാസമായി പരിണമിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഈ നാമത്തിന്റെ മഹത്വം എന്താണ്? ദൈവം ഒരു നാമം നിമിത്തം, ഒരു നാമത്തിൽ സകലത്തിനും പരിഹാരം വരുത്തി. പിതാവായ ദൈവം ഒരു നാമത്തിൽ പരിഹാരം വരുത്തി. ആ നാമനിമിത്തം ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർപ്പ് നൽകും. ആ നാമത്തിൽ പിതാവായ ദൈവം തന്റെ ആത്മാവിനെ നിയമിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേൽ തന്റെ ആത്മാവിനെ പകരുന്നു. ആരാണ് നിയമിക്കപ്പെട്ടവർ? ലോകത്തെ, ജഡത്തെ, പാപത്തെ, പിശാചിനെ ഉപേക്ഷിച്ച പുത്രന്റെ ക്രൂശുമരണത്തിൽ പങ്കാളികളായി തീർന്ന സ്വതന്ത്രഭാലയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം പകരുന്നത്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിച്ചു എന്ന് വരുവാൻ തക്കവണ്ണം ദൈവം അതിന്റെ നടുവിൽ സ്വതന്ത്രം ഇടപെടുകയാണ്. അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കണം. സ്വതന്ത്രം അവിടെ വായിച്ചു, നീ ലോകത്ത് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവർ. ഇവിടെ ശ്രദ്ധിക്കണം, അവർ നിനക്കുള്ളവർ ആയിരുന്നു. എപ്പോൾ? ലോകസ്ഥാപനത്തിന് മുമ്പേ അവർ നിനക്കുള്ളവരായിരുന്നു. അപ്പൊ നമ്മെ ഓരോരുത്തരെയും പുത്രൻ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു. പിതാവിന്റെ തിരുഹൃദയത്തിൽ നോക്കി പുത്രൻ കണ്ടതാണ് നമ്മൾ ഓരോരുത്തരെയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മെ ഓരോരുത്തരെയും പിതാവ് കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ചുമ്മാ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്? അല്ല, അക്ഷയമായിട്ട് തന്നെ പറഞ്ഞതാണ്. പിതാവിന്റെ തിരുഹൃദയത്തിൽ പുത്രൻ കണ്ടതാണ് നമ്മൾ ഓരോരുത്തരെ. വിൻസെന്റ് എന്ന വ്യക്തിയുടെ ഒറിജിൻ 1989 സർവ്വ സൃഷ്ടിക്ക് മുമ്പേ പിതാവിന്റെ തിരുഹൃദയത്തിലാണ്. മനസ്സിലാക്കണം. ഈ തിരിച്ചറിവാണ് രക്ഷാ അനുഭവത്തിൽ ബലപ്പെടുത്തുന്നത്. ആമേൻ. അതുകൊണ്ട് ഈ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടിയേ മതിയാകത്തുള്ളൂ. ആ വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, നീ അവരെ എനിക്ക് തന്നു. കണ്ടോ? അപ്പോൾ ഈ വ്യാപാരം ശ്രദ്ധിക്കണം. എന്താണ് ട്രേഡ്? എന്താണ് നടന്നത്? ഒരു ട്രേഡ് അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? പുത്രൻ കാൽവറിയിൽ മരിച്ചപ്പോൾ പുത്രന്റെ ശരീരയാഗത്താൽ വീണ്ടെടുക്കപ്പെടേണ്ടവരെ പുത്രന് വേണ്ടി ആര് കൊടുത്തു? പിതാവ് പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ നമ്മെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക? പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. നാം പുത്രന്റെ കരത്തിലാണ് ആയിരിക്കുന്നത്. ആമേൻ. നാം പുത്രന്റെ കരത്തിലായിരിക്കുന്നു. അപ്പോൾ പുത്രൻ പിതാവിനോട് അപേക്ഷിച്ചു പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമ്മുടെ മേൽ നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പുത്രൻ ചെയ്തതിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുത്രൻ കണ്ടതിനെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്കും ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. പിതാവിൽ വിശ്വസിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വരാതെ ഒരിക്കലും ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല. അറിവുണ്ട് എല്ലാവർക്കും, ആ അറിവ് രക്ഷിക്കില്ല. സ്വതന്ത്ര പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്ത് വായിച്ചോ. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ ആർക്കാ വചനം വെളിപ്പെടുന്നത്? എന്തുകൊണ്ടാ പലരിലും വചനം ഇല്ലാത്തത്? അനേകർക്ക് വചനം ഇല്ലാത്ത കയറി നിന്ന് കഥ പറയുന്നു, വീട്ടുകാരും പറയുന്നു, മക്കളുടെ മഹാത്മ്യം പറയുന്നു, കുടുംബ മഹാത്മ്യം പറയുന്നു, പ്രസ്ഥാനത്തിന്റെ മഹത്വം പറയുന്നു. വചനം പറയാനില്ല. എന്തുകൊണ്ടാ? ഈ വചനം എന്താ പറയുന്നത്? വായിച്ചു. നീ എനിക്ക് തന്ന പിതാവേ, പുത്രനാകുന്ന യേശു പറയാണ്, നീ എനിക്ക് തന്ന വചനം ആർക്ക്? തെരഞ്ഞെടുക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്യപ്പെട്ടവർക്ക് കൊടുത്തു. അവരെ സഭയെന്ന് വിളിക്കും.
കാര്യം സഭ എന്ന് പറയുന്നത് ആ വിശുദ്ധന്മാരുടെ കൂട്ടയാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് എഴുതി വെച്ചാൽ അവിടെ വിശുദ്ധന്മാർ വരത്തില്ല. വിശുദ്ധന്മാരുള്ള ഇടമാണ് സഭ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ വചനം പറയുന്നത് പിതാവിന്റെ വചനം പുത്രൻ ആർക്ക് നൽകി? സ്തോത്രം. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നൽകി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. വായിച്ചേ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അപ്പൊ ഇത് ആർക്കാ ലഭിക്കുന്നത്? അടുത്ത് കൊടുത്തു. അടുത്ത് അവർ അത് കൈക്കൊണ്ട്. കണ്ടോ, ആരാ വചനം പ്രാപിക്കുന്നതെന്ന് അറിയാവോ? തെരഞ്ഞെടുക്കപ്പെട്ടവർക്കേ വചനം കിട്ടത്തുള്ളൂ. ആമേൻ. അല്ലെങ്കിൽ നിന്നെ വലിയവനാക്കും വാലല്ല തലയാക്കും എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. രോമം പോലും ആകത്തൂല. എന്താ കാര്യം? വചനമില്ല. കാര്യം ഇവർക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അറിയത്തില്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാത്മാവ് നടത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കണം. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കാത്തവന് വചനം കിട്ടത്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിച്ചവന് മാത്രമാണ് സമാധാനം കിട്ടത്തുള്ളൂ, മക്കളെന്ന് അവകാശം കിട്ടത്തുള്ളൂ. അവർക്കാണ് സമാധാനവും മക്കളെന്ന് അവകാശം കിട്ടത്തുള്ളൂ. അവർക്കാണ് പിതാവിന്റെ വചനവും ലഭിക്കത്തുള്ളൂ. അനേകർ കടന്നു ചെന്ന് ഈ വചനം പറയാൻ പറ്റുന്നില്ല. ചിലര് ജനിച്ച് രക്ഷിക്കപ്പെടുന്ന നാളെ മരിക്കുന്നത് വരെ അവർ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന കാലത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആ സാക്ഷ്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും, വചനത്തിലേക്ക് കയറത്തില്ല. അതൊക്കെ പരാജയത്തിന്റെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ്? ഈ വചനം ലഭിച്ചില്ലെങ്കിൽ നിന്റെ രക്ഷയുടെ കാര്യത്തിൽ വളരെ സംശയിക്കേണ്ടിയിരിക്കും. വായിച്ചോ? അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വചനം കൈക്കൊള്ളും. പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ദൈവത്തിന് പ്രിയപ്പെട്ടവരോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. വായിച്ചോ? നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അറിഞ്ഞ് നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. അല്ല, ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും സ്തോത്രം ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഭൂമിയിലെ കാലഘട്ടത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? 2000 വർഷം മുമ്പ് ദൈവം ഭൂമിയിൽ ചെയ്ത പ്രവൃത്തിയെ അന്നെന്ന പോലെ ഇന്നും എൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തുന്നത് മാറ്റമില്ലാതെ വാഴുന്ന പരിശുദ്ധാത്മാവാണ്. ആമേൻ. ക്രിസ്തുവിനെ അങ്ങനെ ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നാണ്. ആ സാക്ഷ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഈ വചനങ്ങളെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പറയും, നിനക്ക് വേണ്ടി കർത്താവ് ദൈവഹിത പ്രകാരം പ്രാർത്ഥിച്ചതാണ് നീ കാണുന്നത്. അപ്പോൾ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരിക്കലും ലോകത്തിന്റെ കാര്യമല്ല അതിൻ്റെ അകത്ത് പറയുന്നത്. ഈ ലോകത്തിലെ വിഷയം അതിൻ്റെ അകത്തൊരു വിഷയമേ അല്ല. ആമേൻ. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചോ? വായിച്ച വാക്യങ്ങൾ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നു സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ ലോകരല്ല. ഈ ഭൂമി 2 കൂട്ടരുണ്ട്, വിശുദ്ധനും ലോകവുമുണ്ട്. വിശുദ്ധനുമുണ്ട്, ലോകമുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നവനാണ് വിശുദ്ധൻ. അത് ലോകത്തോടുകൂടെ കണക്കാക്കപ്പെടുന്നില്ല. അവർ ലോകത്തോടുകൂടെ പെടാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് ആർക്ക് വേണ്ടി അപേക്ഷിക്കത്തില്ല? ലോകത്തിന് വേണ്ടി അപേക്ഷിക്കത്തില്ല. അവിടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആർക്ക് വേണ്ടി? തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി. ലോകത്തിന് വേണ്ടി അല്ല. ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ എനിക്കുള്ളവർ ആകൊണ്ട്. കണ്ടോ? നീ എനിക്ക് തന്നിട്ടുള്ളവർ എനിക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ പുത്രനാകുന്ന യേശു ക്രിസ്തു അപേക്ഷിക്കുന്നത് എപ്പോഴും എന്തിനാണ്? സ്തോത്രം. പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടവർ പിതാവിനുള്ളവരാണെന്ന് പുത്രൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് മുദ്ര ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തിയാൽ നാം പിതാവിനുള്ളവരാണെന്ന് മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ വചനത്തിന്റെ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയാൽ വെളിപ്പെട്ടവർക്കെല്ലാം പറയുവാൻ ഒരു സത്യമുണ്ട്, ഞാൻ പിതാവിനുള്ളവരാണ്. അടുത്തത് വായിച്ചോ? എന്റേത് എല്ലാം നിന്റേതും. എന്റേത് എല്ലാം നിന്റേത്. പുത്രന്റേതെല്ലാം പിതാവിന്റേതാണ്.
നിന്റേത് എന്റേതും ആകുന്നു, പിതാവിൻ്റെതെല്ലാം പുത്രന്റേതുമാകുന്നു. ഞാൻ ആ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ പുത്രനുള്ളതെല്ലാം പിതാവിനും, പിതാവിനുള്ളതെല്ലാം പുത്രനും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനും സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണ പിതാവിന്റെ മഹത്വവും പുത്രന്റെ മഹത്വവും വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രം മുദ്ര ചെയ്യപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയും, അവരെ പോലെ നീയും മഹത്വം വെളിപ്പെടുത്തപ്പെടേണ്ടവരാണ്, നിന്നിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും മഹത്വം വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ഈ മഹത്വം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഓപ്പൺ ചെയ്യാനുള്ള കീ എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. മനസ്സിലാവുന്നുണ്ട്? ആ ലോക്കിലൂടെ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സോദരൻ, നമ്മൾ മടങ്ങി വരാൻ നമ്മൾ വായിച്ച റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇനി ആരാണ് നമ്മൾ ഇത്രയും കേട്ടപ്പോൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ആരാണ് നിർണയിക്കപ്പെട്ടവർ? ആരാണ് നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ആരാണ്? സ്തോത്രം. വന്ന് സംഘടനയിരിക്കുന്നവരല്ലെന്ന് മനസ്സിലായോ? ലോകരല്ലെന്ന് മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവരും ദൈവത്തിന്റെ ആത്മാവ് ഈ മർമ്മങ്ങളെ ഈ സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കണം. അവരാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഈ കഷ്ടങ്ങളും പാടുകളും എല്ലാം ഏറ്റു, കർത്താവേ നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടത് എന്നോടുള്ള നിന്റെ സ്നേഹമാണ്. നിന്റെ ശരീരയാകത്താൽ എന്നെ വീണ്ടെടുത്തു. പിതാവിന്റെ മഹത്വം പുത്രനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സകലത്തെ പൂർത്തീകരിച്ച പുത്രനാകുന്ന യേശു കർത്താവ് പിതാവിനോട് അപേക്ഷിച്ച് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമുക്ക് നൽകി. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. പുത്രന്റെ മേൽ വെളിപ്പെടുത്തിയ പോലെ അതേ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തണം. ആ മഹത്വം ഈ മർത്യശരീരം രൂപാന്തരം പ്രാപിച്ച് തേജസ് പ്രാപിച്ച് ദൈവരാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ് ആ മഹത്വം. അപ്പോൾ ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായി തീരുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവും? അവിടെ വായിക്കുന്നത് സ്തോത്രം, അവിടെ വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജഡത്തിന്റെ പല മോഹങ്ങളും സ്തോത്രം ഹല്ലേലൂയ അവിടെ ക്രൂശിക്കപ്പെടുമ്പോൾ അവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുകയാണ്. അവരോടുകൂടെ ദൈവം ഇരുന്ന് സകലതും നന്മയാക്കി തീർക്കുന്ന ദൈവമാണ് കൂടെയുള്ളത്. മനസ്സിലാക്കണം, ഇത് ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെട്ട് ഈ പറയപ്പെട്ട വചനങ്ങളിൽ ഓരോന്നും ഇന്ന് കേട്ട ദൈവത്തിന്റെ ഓരോ വചനത്തിന്റെ മർമ്മങ്ങളിലൂടെ തിരിച്ചറിയണം. അവര് മാത്രമാണ് സ്തോത്രം ഹല്ലേലൂയ തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നുള്ളൂ. അവിടെ മനസ്സിലാക്കി അവർക്ക് നന്മയ്ക്കായിട്ട് സകലതും കൂടി വ്യാപരിക്കുന്നത്. അപ്പോൾ സ്തോത്രം നമ്മളെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരണം കൂടാതെ ആരെങ്കിലും അന്യഭാഷ പറയുന്നുണ്ട് മനസ്സിലാക്കണം, അവർക്ക് ഈ ജീവിതം നന്മയായിട്ട് തീരുകയില്ല. അവർക്ക് ഒരിക്കലും നന്മ അനുഭവിക്കുകയുമില്ല. നന്മ അനുഭവിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവര് മാത്രമാണ് നന്മ അനുഭവിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ പുത്രൻ അവന്റെ സ്വരൂപത്തോട് മുൻ നിയമിച്ചിരിക്കുന്ന അടുത്ത വാക്യം. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മുൻ നിയമിച്ചവർ അവരാണ് വിളിക്കപ്പെടുകയുള്ളൂ. ശ്രദ്ധിക്കണം, ഇന്ന് അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് ആ വിളി കേട്ടവരാണ്. എന്നാൽ ആ വിളി കേട്ടവർ വിളിയുടെ മഹത്വം വെളിപ്പെടുത്തും. ഇറങ്ങി വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒത്തിരി പേരുണ്ട്, അവർ വിളിക്കപ്പെട്ടവരല്ല. എങ്കിൽ വിളിക്കപ്പെട്ടതാണെങ്കിൽ അവർ വാതിറക്കുമ്പോൾ സത്യവചനം കിട്ടണം. ഇന്ന് ശുശ്രൂഷയിൽ നിന്ന് വചനം വെളിപ്പെടുത്താത്ത എത്ര പേരുണ്ട്? സത്യവചനം പ്രസംഗിക്കാത്തവരുണ്ട്. അത് വിളിക്കപ്പെടാത്തതിന്റെ അടയാളമാണ്. അടുത്ത വാക്യം വായിച്ചേ. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. മനസ്സിലാക്കണം, അപ്പൊ നീതീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ തേജസ്കരണം നടക്കുന്നുള്ളൂ. മനസ്സിലാക്കണം, ഇത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ സകലരുമല്ല. ഈ ദൈവത്തിന്റെ ആത്മ നടത്തപ്പെടുന്നവരെ രൂപാന്തരപ്പെടുകയുള്ളൂ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അത് ശരിയല്ലേ? അവരെ വിധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അടുത്തത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഈ നമുക്ക് എന്ന് പറയുന്നത് ആരാന്നറിയാവോ? ഈ മാനദണ്ഡ പ്രകാരം ആത്മാവിൽ നടത്തപ്പെടുന്നവർക്കാണ് പറയാൻ കഴിയത്തുള്ളൂ. തന്റെ പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി പിതാവ് അയച്ചതെന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ ആത്മാവിനെ പ്രാപിച്ച് ഈ സത്യങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നവർക്കാണ് പറയാൻ സാധിക്കുള്ളൂ ഇത് എനിക്ക് വേണ്ടി ദൈവം ചെയ്തതാണ് എന്ന്.
മനസ്സിലാവുന്നു? അടുത്ത് വായിച്ചോ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. അപ്പൊ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കും. അപ്പൊ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആരാണ് ഭൂമിയിൽ നന്മ അനുഭവിക്കുന്നത് മനസ്സിലായോ? പുത്രനെ എനിക്ക് വേണ്ടി നൽകിയത് പിതാവാണെങ്കിൽ ആ എന്റെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പുത്രനെ നൽകിയെങ്കിൽ പിതാവിന് പിന്നെ എനിക്കൊന്നും തരാൻ ഒരു മടിയും കാണത്തില്ലെന്ന് ആർക്കത് പറയാൻ സാധിക്കുന്നത്? സ്വതന്ത്രം ദൈവാത്മാവ് നടത്തപ്പെടുന്നവർക്ക് മാത്രമാ അത് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നുണ്ടെങ്കിൽ നീ പാപ സ്വഭാവത്തെ ജയിച്ചിരിക്കും. ജഡചന്തുകളെ നീ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. സ്വതന്ത്രം ദൈവത്തിന്റെ അവകാശിയായിരിക്കും. സ്വതന്ത്രം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവപ്രവർത്തനത്തിൽ വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടുന്നവർക്ക് മാത്രമാണ് സ്വതന്ത്രം ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ഭാഗ്യത്തിലേക്ക് സ്വർഗം നമ്മളെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചെങ്കിൽ മനസ്സിലാക്കണം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മാത്രമാ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തുള്ളൂ. ഒറ്റ കാരണമുള്ളൂ, പുത്രനെ വെളിപ്പെടുത്തി തന്നത് ഈ വിധങ്ങളിലാണെങ്കിൽ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പുത്രനെ നൽകിയെങ്കിൽ അവനോടുകൂടെ എനിക്ക് സകലതും ദൈവം നൽകും. മനസ്സിലാക്കണം, മാനസാന്തരപ്പെടാതെയും രക്ഷിക്കപ്പെടാതെയോ വിശുദ്ധീകരണം പ്രാപിക്കാതെയും നീതീകരിക്കപ്പെടാതെയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെയൊക്കെ ജീവിക്കുന്നവര് സോദരൻ പറയും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. നടക്കത്തില്ല കേട്ടോ. ദൈവം വ്യവസ്ഥ പ്രകാരം അങ്ങനെയാണെങ്കിൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും നന്മ അനുഭവിക്കുന്നത് ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലാക്കണം. ആമേൻ. അവർക്കൊന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അവർക്കൊന്നും ബ്ലോക്ക് ആയിട്ടില്ലെന്ന് മനസ്സിലാക്കണം. ദൈവം അത്ഭുതങ്ങളുടെ കലവറകളെ തുറക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ വ്യവസ്ഥ പ്രകാരം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകൽ നേരം കർത്താവ് ഞങ്ങൾ കേട്ട വചനപ്രകാരം നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടത്തണമേ. അത് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ നിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകി. നന്ദി കർത്താവേ. അപ്പൊ ആ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഓൺലൈനിൽ കണ്ടുപിടിക്കുന്ന എല്ലാ ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണമേ. അപ്പ ദൈവത്തിന്റെ ശക്തി പകരുമാറാകണമേ. രാജ്യങ്ങൾ കടന്ന് ദൈവപ്രവൃത്തി കടന്നു ചെല്ലുവാൻ ഇടപെടണമേ. അപ്പ അങ്ങയുടെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു. രൂപാന്തരപ്പെടുന്നവർ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഈ നാളുകളിൽ ഇടപെടണം, ബലപ്പെടുത്തണമേ. അപ്പ സകല തടസ്സങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ യേശു എനിക്ക് നല്ലവനെന്ന് പറയുവാൻ കർത്താവ് ഇന്ന് പകൽ നേരം ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണമേ. അപ്പ എല്ലാ വെല്ലുവിളികളുടെയും നടുവിൽ യേശു എനിക്ക് നല്ലവനെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. തുടർ ശുശ്രൂഷ സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണമേ. അപ്പ ഞങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കണമേ. ഈ ആഴ്ചക്കാലം തിരുവെഴുത്തുകളെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പകൽ നേരം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വചനം കേൾക്കുവാൻ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു, ബലപ്പെടുത്തി.